നമസ്കാരം. തഥാഗത അക്കാഡമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മനഃശാസ്ത്രത്തെയും ആത്മീയതയും അനാവരണം ചെയ്യുന്ന നിരവധി ക്ലാസുകൾ സംഘടിപ്പിക്കുന്ന അക്കാഡമിയാണ് തഥാഗത അക്കാഡമി. നമ്മളൊരു യാത്ര പുറപ്പെടാൻ പോവുകയാണ്. ഒരു 7 ദിവസത്തെ യാത്ര. യോഗയും ധ്യാനവും സംഗീതവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു യാത്ര. പതിവിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അനുപമയാണ്. ചേച്ചി കായംകുളത്താണ്. ഒരുപാട് വർഷമായി സിദ്ധ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ സാധനയായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ചേച്ചി. വളരെ സ്നേഹത്തോടെ ചേച്ചിനെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേച്ചി ചേച്ചി നമസ്കാരം. സൗണ്ട് ചേച്ചി എവിടെ നിന്ന് തന്നെ ചെയ്യണം ചേച്ചി? പിന്നെ മറ്റേ നമ്പർ ഏതാ? ഒന്ന് ഹാൻഡ് ഓക്കെ. അനു ഓക്കെ. ഞാൻ യെസ്. രണ്ടെണ്ണത്തിന് കയറിയിട്ടായിരുന്നു. ഒരെണ്ണം മിസ്സായാലും പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ടേ, അതുകൊണ്ടാണ്. നമുക്ക് തുടങ്ങാം ചേച്ചി. തുടങ്ങാം. സമയം കളയണ്ട. 8 മണി തന്നെ ആയിക്കോട്ടെ. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ്. കഴിയുന്നതും എല്ലാവരും വീഡിയോ ഓണാക്കി വെച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, നമ്മൾ നേരിട്ടൊക്കെ കണ്ട് ക്ലാസ് എടുത്തോണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ നേരെ ഈ കാണാതെ ക്ലാസ് എടുക്കുന്ന ഒരു ലെവലിലേക്കായി അല്ലേ. ഈ ക്ലാസ് എടുക്കുന്ന ആളും അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളും തമ്മിൽ ഒരു എനർജി ട്രാൻസാക്ഷൻ നടക്കാറുണ്ട് സാധാരണ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ. ഏത് ക്ലാസ്സിലിരുന്നാലും ഒരു ടീച്ചറും കുട്ടി ആയിക്കോട്ടെ, എവിടെയായിരുന്നാട്ടെ. അപ്പൊ അത് നമുക്ക് അന്യം നിന്ന് പോവാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ. എങ്ങനെയായാലും ഞാനും നിങ്ങൾക്കും ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ട്. അത് ഒന്ന് മുഖം ഒക്കെ കൂടെ കണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു സുഖം. ഓക്കെ. അപ്പൊ കഴിവതും എല്ലാവരും എന്താ പറയുക, വീഡിയോ ഓൺ ആക്കി വെക്കും. അപ്പൊ എല്ലാരെയും ഒക്കെ ഒന്ന് കാണാം. നാളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും പരിചയം ഉണ്ടാവുമല്ലോ. ഓക്കെ. നമുക്ക് ആദ്യം എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കൂ. ഒരു കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചിരിക്കൂ. നിങ്ങളുടെ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്ന ശ്വാസവും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെയും വളരെ സ്നേഹത്തോടെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കൂ. നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളെയും നമ്മളെ കൈപിടിച്ചു നടത്തിയ ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും ഇഷ്ടദൈവങ്ങളെയും ഒക്കെ മനസ്സിൽ ഒരു നിമിഷം സ്മരിക്കാം. അവരോടൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് നന്ദിയും പറയാം. ഒരു ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് വിടൂ. ഓം സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ സാവകാശം കണ്ണുകൾ തുറക്കാം. ഓക്കെ. എൻ്റെ പേര് അനുപമ. ഞാനൊരു സിദ്ധ ഡോക്ടറാണ്. കായംകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നെ കേൾക്കാലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ, ഗുഡ്. ആൻഡ് ഞാൻ എൻ്റെ സ്വദേശം വയനാടാണ്. കുറച്ചു പേർക്കൊക്കെ എന്നെ ഈ ഗ്രൂപ്പിൽ അറിയാം. മുമ്പുള്ള സിദ്ധചര്യ ക്ലാസ്സിലും ഋതംബരയുടെ പരിപാടികളിലും ഒക്കെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. കുറച്ചു പേർക്ക് അറിയില്ല. അപ്പം അവർക്ക് വേണ്ടിയാണ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 16 വർഷമായിട്ട് സിദ്ധവൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. സിദ്ധവൈദ്യവും അതുപോലെ തന്നെ ആ സിദ്ധമാർഗത്തിലൂടെ ഉള്ള സാധനാ മാർഗത്തിൽ കൂടെയും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഞാൻ എന്താണ് ഇങ്ങനൊരു ആശയം കൊണ്ടുവന്നത്, പഞ്ചശുദ്ധി ക്രിയ എന്നൊരു ആശയം കൊണ്ടുവന്നതും ഞാൻ അത് നിങ്ങളിലേക്ക് ഒക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതും എന്നതിനെ പറ്റി ആദ്യം ഒന്ന് പറയാം.
ഇന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ക്ലിനിക്കിൽ പേഷ്യൻസ് വരണം, രോഗികൾ വരുന്നുണ്ട്. നമുക്ക് ഡോക്ടർമാർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ രോഗികൾ ഉണ്ടാവുന്നതാണ് അല്ലെ? അപ്പൊ എന്നാലല്ലേ ഇവിടേക്ക് ആൾക്കാർ വരുള്ളൂ. നിങ്ങളൊക്കെ ആഗ്രഹിക്കും രോഗം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കും. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് രോഗികൾ വരട്ടെ, എന്താ രോഗികൾ വരാത്ത, ഈ സീസൺ അങ്ങ് കുറവാണല്ലോ, എല്ലാരും എന്താ എത്ര ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നത്. ഭയങ്കര സങ്കട. ചില സീസൺ ആയി കഴിയുമ്പോ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ വന്നിട്ട് പറയും, ഓ, ആർക്കും അസുഖമില്ല ഡോക്ടർ, എല്ലാവരും ആരും ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയും. അവർക്കൊക്കെ സങ്കടമാണ്. ആൾക്കാര് അതാണ് ഞങ്ങളുടെ ഒരു ഫീൽഡിന്റെ പ്രത്യേകത. നിങ്ങളൊക്കെ അസുഖത്തിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. അപ്പൊ അങ്ങനെ ഒരു തമാശക്ക് പറയാം. പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ചുറ്റും വരുന്ന രോഗങ്ങൾ ഇന്ന് വളരെ, അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഇന്ന് രോഗങ്ങൾ വളരെ കൂടുതലാണ്. ഈ കുറെയൊക്കെ രോഗങ്ങളെ നമുക്ക് തന്നെ മാറ്റാൻ പറ്റുന്നതാണെന്ന് പല സമയത്തായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉറക്കത്തിന്റെ ക്ലാസ് എടുത്തിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഒരു വെള്ളി വെളിച്ചം പോലെയാണ് എനിക്ക് തിരിച്ചറിവ് ഉണ്ടായത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അസുഖം വന്നപ്പോൾ ഞാൻ അതിന്ന് പുറത്തു കടന്നത് ഒരു മരുന്നും ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ഇല്ലാതെയാണ്. അപ്പൊ അത് ചെറിയ ഒരു കാര്യമൊന്നുമല്ല, കുറച്ച് വലിയൊരു പ്രശ്നത്തിൽ കൂടെ ഞാൻ കടന്നുപോയത്. അപ്പൊ അത് എനിക്ക് തന്നെ ബോധ്യമുണ്ട്, എനിക്ക് തന്നെ അറിയാം. അപ്പൊ ഞാൻ എന്തുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നില്ല? ഞാൻ എന്റെ ക്ലിനിക്കിലേക്ക് ആള് വന്നാൽ മതി എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർത്തവ്യം അല്ലെങ്കിൽ ഓരോ കടമ ദൈവം തന്നു വിട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ രോഗികളോടും പറയും, അല്ലെങ്കിൽ എന്റെ അടുത്ത് വരുന്നവരോട് പറയും, ഞാനൊരു ഉപകരണം മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും ഒരു ഉപകരണമാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ തന്നാണ് വിട്ടിരിക്കുന്നത്. അത് ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഉള്ളിൽ വെച്ച് അറിഞ്ഞുകൊണ്ട് പുറത്ത് പറയാതെയും മറ്റുള്ളവരെ സഹായിക്കാതെ ഇരിക്കുന്നതും കൊടിയ പാപമാണെന്നാണ് സിദ്ധവൈദ്യത്തിൽ പറയുക. ഏതൊരു അറിവും ആയിക്കോട്ടെ, സിദ്ധവൈദ്യം തന്നെയല്ല, ഏതൊരു അറിവും ആയിക്കോട്ടെ, നമ്മൾക്ക് അറിയുന്ന ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നല്ല കാര്യമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ നമ്മളിൽ തന്നെ അത് പൂഴ്ത്തി വെക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മളിനി എന്ത് കടമ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ എത്ര ദാനം ചെയ്തിട്ടോ ധർമ്മങ്ങൾ ചെയ്തിട്ടോ കാര്യമില്ല എന്നാണ്. അങ്ങനെ വന്നപ്പോ ഞാൻ നോക്കിയപ്പോ ഡയബറ്റിസ് വളരെ മോശമായ അവസ്ഥയിൽ, ക്യാൻസറിനെക്കാളും മാരകമായിട്ട്, പ്രത്യേകിച്ചും നമുക്ക് ദൂരേക്കൊന്നും പോകണ്ട, നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ മോശമായിട്ട് ഇന്നിപ്പോ ഈ ഒരു ഗ്രൂപ്പില് 100-ൽ പരം ആൾക്കാർ കയറിയിട്ടുണ്ട്. 200-ന്റെ അടുത്ത ആള് കയറി. എത്ര പേർക്ക് ഡയബറ്റീസ് ഉണ്ടാവും നോക്കാം, എത്ര പേർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും നോക്കാം, എത്ര പേർക്ക് മറ്റസുഖങ്ങൾ, തൈറോയിഡിന്റെ ഇഷ്യൂസ്, ഇനി അതല്ലെങ്കിൽ പല പല രോഗങ്ങൾ, കിഡ്നിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ പേഷ്യൻസ് ഉണ്ടായിരുന്നത് ഡയാലിസിസ് ടെക്നീഷ്യൻസ്മാരായിരുന്നു. വെളിയിൽ അവർ പറയുന്നത് ഇന്ന് 3 പേര് മരിച്ചു, നാളെ 6 പേര് വന്ന് അഡ്മിറ്റ് ആവും. US-ലാണ് അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമാണ്, അത് എല്ലായിടവും ഇങ്ങനെയാണ്. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്രയധികം ഡയാലിസിസ് സെന്റേഴ്സ് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നില്ല. ഇന്ന് വരുന്ന എല്ലാ രോഗികളെയും വെറുതെയെങ്കിലും ഞാൻ നാഡി പരിശോധിച്ചിട്ടാണ് പലപ്പോഴും രോഗം ഒന്ന് അസസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉണ്ടാവും ലിവറിന്റെ അവിടെ ഒരു പ്രശ്നം. ഇപ്പൊ എനിക്ക് പൊതുവായിട്ട് ഞാൻ വെറുതെ പറഞ്ഞു പോവാണോ എന്ന് തോന്നുന്ന രീതിയിൽ എല്ലാവരുടെയും ലിവറിന്റെ അവിടെ പ്രശ്നമാണ്. നോക്കുമ്പോൾ ഞാൻ പിന്നെയും പോയി സ്കാൻ എടുപ്പിക്കും, ഒന്ന് ഉറപ്പിക്കാം, എനിക്ക് ഉറപ്പിക്കാം, രോഗിക്ക് ഉറപ്പിക്കാം. ഞാൻ പോയി സ്കാൻ എടുത്തു വരാൻ പറയും. അപ്പൊ ഉണ്ടാവും ഫാറ്റി ലിവർ, ഗ്രേഡ് 1, ഗ്രേഡ് 2, അതങ്ങനെ അങ്ങനെ പോകും. അപ്പൊ ഇപ്പൊ പൊതുവെ എല്ലാ ഡോക്ടേഴ്സും പറയാം ഗ്രേഡ് 1 ഒക്കെ കോമൺ ആണ്, നോർമൽ ആയിട്ട് ലിവറിന് പ്രശ്നമില്ല എന്ന് പറയുന്നതാണ് ഇപ്പൊ അബ്നോർമൽ. ഫാറ്റി ലിവർ ഇല്ലേ അജയ്? ലിവറിൽ കുറച്ച് കൊഴുപ്പൊക്കെ വേണ്ടേ, എങ്ങനെ ആയാൽ പറ്റുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് ലിവറിന്റെ കണ്ടീഷൻ ഇപ്പൊ. അപ്പൊ ശരിക്കും ചിന്തിക്കുമ്പോ ഈ ലിവർ ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, കാർഡിയാക് അറസ്റ്റ്, എന്തോരം മനുഷ്യന്മാരാണ് ചെറിയ 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 പ്രായത്തിൽ മരിച്ചു പോകുന്നു. പ്രായമായിട്ടാണ് പണ്ടൊക്കെ കാർഡിയാക് അറസ്റ്റ് വരുന്നത്. കാർഡിയാക് ഡിസോർഡേഴ്സ് എന്തോരം കൂടുതലാണ്. അങ്ങനെ എന്താ പറയണ, ലങ്സിന്റെ ഇഷ്യൂസ് ഞാൻ കോമൺ ആയിട്ട് ഇപ്പൊ കാണുന്നതാണ്. ഫൈബ്രോട്ടിക് ലങ് ഡിസീസ് വരുന്നു, ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരുന്നു. ഇങ്ങനെ ലങ്സിനെ ബാധിക്കുന്ന ചെറിയ കഫക്കെട്ടും ഒന്നുമല്ല, വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള അസുഖങ്ങളെ കൊണ്ട് എന്താ പറയുക, ചുറ്റും നമ്മളടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു അസുഖമല്ല വരിക, മൾട്ടിപ്പിൾ ഓർഗൻ ഡിസോർഡേഴ്സ് ആയിട്ടാണ് എല്ലാവരും വരുന്നത്. പക്ഷെ കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതല്ലേ എന്നുള്ള ഒരു ചിന്ത അതെനിക്ക് തന്നെ എന്റെ അനുഭവത്തിൽ നിന്ന് വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. ഒരു ഞാൻ പങ്കെടുത്ത ക്ലാസ്സുകളും ഞാൻ പഠിച്ച വൈദ്യശാസ്ത്രവും ഇത്രയും കാലത്തെ എന്റെ എക്സ്പീരിയൻസും ഞാൻ ഇങ്ങനെ ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കും. ഇതിൽ നിന്നൊക്കെ വെച്ചിട്ട് എനിക്ക് കിട്ടിയത് നിങ്ങളിലേക്ക് എത്തിക്കുക, കുറച്ചു പേരിലേക്കെങ്കിലും എത്തിക്കുക. അത് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം. അങ്ങനെ പഞ്ചശുദ്ധി ക്രിയ എന്നൊരു പദ്ധതി രൂപീകരിച്ചു. അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഒരാഴ്ച തരാൻ പോകുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ഫിക്സ് ചെയ്യണം കാര്യങ്ങളെ. ഈസി ഫിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലൂ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത് പോലെ എല്ലാവർക്കും അസുഖം അപ്പം അങ്ങോട്ട് മാറണം.
ഈ വരുന്നവർക്ക് മുഴുവൻ എന്തുകൊണ്ട് BP കൂടി, ഗുളിക കഴിച്ച് കുറയ്ക്കൂ, വേഗം ഗുളിക കഴിക്കണോ, അത് കുറഞ്ഞു, ആ BP കുറഞ്ഞു, 120 ആ BP എന്തുകൊണ്ട് കൂടി, അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് ഡയബറ്റിസ് ഉണ്ടായി, ആ ഡയബറ്റിസ്, ഞാൻ ചില രോഗികൾ ഇവിടെ വന്നിട്ട് മരുന്ന് കൊടുക്കാൻ ഞാൻ ഇങ്ങനെ ശ്രമിക്കും ഡയബറ്റിസിന്. പക്ഷെ അവർക്ക് എന്ന് വെച്ചാൽ അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് 200-ൽ 250 നിന്നാലും കുഴപ്പമില്ല. നമ്മളെ മരുന്ന് കഴിച്ചാൽ 120, 110 താഴേക്ക് അപ്പ വന്നോണം. അതൊരിക്കലും നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയബറ്റീസിലേക്ക് പോകാൻ ശരീരം എടുത്ത ഒരു താമസമുണ്ട്, ഒരു സമയമുണ്ട്. അതിലേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ശരീരത്തിനെ കുത്തിക്കയറ്റി വിട്ടിരിക്കുകയാണ്. അതിന്ന് പുറത്തേക്കൊക്കെ എടുക്കണമെങ്കിൽ ഏത് ചികിത്സാ രീതി എടുത്താലും കുറച്ച് സമയം എടുക്കും. ഇതൊന്നും അല്ല, എല്ലാവർക്കും സൂപ്പർ ഗ്ലൂ എടുത്തോണ്ട് വരണം, പെട്ടെന്ന് ഒട്ടിക്കണം, സെറ്റ് ആവണം. ഡിസ്ക് പുറത്തേക്ക് വന്നു, ഡിസ്ക് പുറത്തേക്ക് വന്ന ഒരു ദിവസം കൊണ്ട് ഒന്ന് പിടിച്ചിട്ട് തന്നാൽ മതി ഡോക്ടർ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കും ഈ പുറത്തേക്ക് തള്ളിക്കിടക്കുന്ന സാധനത്തിന് എങ്ങനെ ഒറ്റയടിക്കൊന്നും പിടിച്ചിടുന്നതൊന്നും എല്ലാ കണ്ടീഷൻസിലും പ്രോപ്പറായിട്ട് നടക്കുന്നതല്ല. എല്ലാവർക്കും അപ്പൊ കിട്ടണം. ഇപ്പൊ ഈ ക്ലാസ് നോക്കിക്കോ, ഒരാഴ്ചത്തെ ക്ലാസ് ആണ്. ഈ ഒരാഴ്ചത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട്, ഞാൻ എപ്പോഴും പറയും പതിയെ പതിയെ, ഘട്ടം ഘട്ടമായിട്ട്, പതിയെ 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 നമ്മൾ അതിലേക്ക് എത്തുമ്പോഴാണ് നമുക്കൊരു ഒരു സ്ഥായിയായിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. നമ്മൾ ഒറ്റ കുതിച്ചുചാട്ടം ചാടിക്കഴിഞ്ഞാൽ അവിടെ എത്തുകയില്ല, എത്തിയിട്ടൊട്ട് കാര്യമില്ല. അങ്ങനെ എപ്പോഴും അടിസ്ഥാനപരമായിട്ട് ആ ഒരു ക്ഷമ നമുക്ക് എല്ലാ കാര്യത്തിലും വേണം. ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കും അതില്ല. അപ്പോ നമ്മള് ഒരു അസുഖം വരും, ഒരു ഡോക്ടറെ കാണാൻ പോകും. അപ്പൊ ആ ഡോക്ടറെ അടുത്ത് മരുന്ന് കഴിച്ച് ഒരാഴ്ച ശരിയായില്ല, അടുത്ത ഡോക്ടറെ കാണാൻ പോകും, ഇപ്പുറത്തെ ഒരു ഡോക്ടറെ കാണാൻ പോകും. ഇങ്ങനെ ഡോക്ടർമാരെ കാണും, പല സിസ്റ്റം പരീക്ഷിക്കും. ഹോമിയോയിൽ പോകും, ആയുർവേദത്തിൽ പോകും, യുനാനിയിൽ പോകും, സിദ്ധയിൽ പോകും, അല്ലെങ്കിൽ അലോപ്പതിയിൽ പോകും. ഇതൊക്കെ കഴിഞ്ഞ് പ്രകൃതി ചികിത്സയിൽ പോകും. ഇങ്ങനെയൊക്കെ പോയിട്ടും എന്താ പറയുന്നത്, പല ആൾക്കാരെയും കണ്ടിട്ട് ഒരാളിൽ വിശ്വസിച്ച് നിൽക്കില്ല, മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ പറയും വേറൊരാളടുത്ത് പോയി, ഇങ്ങോട്ട് പോ. നമ്മളിങ്ങനെ എവിടുന്നാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നോട്ടം. പക്ഷെ ആ അസുഖം പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ തകരാറുകൾ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം റൂട്ട് ഓഫ് ദ ഡിസീസ്. അതായത് നമ്മുടെ ശരീരം, ഞാനിപ്പോ നിങ്ങൾ എനിക്ക് ഒന്ന് തഥാഗത അല്ലെങ്കിൽ ഇതുമായിട്ടൊക്കെ അനുബന്ധിച്ച് എല്ലാ സ്പിരിച്വൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, സാധന, ഇങ്ങനത്തെ ക്ലാസ്സുകളായിരിക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പ്യുവർലി ഹെൽത്തിലേക്കാണ് ഈ ഒരു ക്ലാസ്സിൽ പോകുന്നത്. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഒരുപാട് സംശയം ഉണ്ടാവും ഹെൽത്തിനെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പൊതുവായ ഒരിടത്തിലേക്ക് വന്ന് സംസാരിക്കുമ്പോൾ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ നമ്മുടെ കളിപ്പാട്ടം പോലത്തെ കാറൊക്കെ ഇങ്ങനെ ഇളകി ഇളകി പാർട്സ് ആയ അത് തിരിച്ച് ഫിക്സ് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരത്തിന് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വെറും ഒരു മെക്കാനിക്കൽ പാർട്സ് അല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മള് റൂട്ട് ഓഫ് ദ ഡിസീസ്, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിനുണ്ടായ അസ്വസ്ഥത എന്താണോ അതിനെ കണ്ടുപിടിക്കണം ആദ്യം. എന്നിട്ട് വേണം അതിനെ ഫിക്സ് ചെയ്യാനായിട്ട്. ആ ഫിക്സിങ്ങിലെ നമുക്ക് പലപ്പോഴും റിസൾട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരം രോഗിയായിക്കൊണ്ടിരിക്കും. ഇത്ര പിടിയൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരും. ഒരു നേരം ഒരു ഉരുള ചോറുണ്ടെന്ന് അത്രയും മരുന്നുകളാണ് പലരും എടുത്ത് കഴിക്കുക. ചില ആൾക്കാർ കുറെ അസുഖമായിട്ട് വരുമ്പം ഒരു നേരം 8 ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആയിരിക്കും ഇനിയിപ്പോ എന്നെ എന്നിട്ട് കാണാൻ വരും, അല്ലെങ്കിൽ പല ഡോക്ടർമാരെയും കാണാൻ പോകും. ഇനി എന്ത് മരുന്ന് കൊടുക്കും, ഇനി എന്ത് മരുന്നാണ് കൊടുക്കുക? ഞാൻ പൊതുവെ ഇപ്പൊ വന്ന് കുറെ പുറമേയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. കാരണം മരുന്ന് കൊടുക്കണം എന്ന് എനിക്കറിയാം. പക്ഷെ ഇനി എങ്ങനെയാണ് മരുന്ന് കൊടുക്കുക? അത്രയും മരുന്നാണ് കഴിക്കുന്ന ഓരോരുത്തര്. ഇതൊക്കെ കിഡ്നീനെ, ലിവറിനെ ഒക്കെ എങ്ങനെയായാലും ബാധിക്കും. ഏത് മരുന്ന് കഴിച്ചാലും ബാധിക്കും ഒരു പരിധി കഴിഞ്ഞാല്. അപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ കുറെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല്, കാരണം നമ്മുടെ ശരീരം ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞു വന്ന റൂട്ട് കോസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അതിനെ കാണേണ്ടത് ടോക്സിൻസ് ആണ്. ടോക്സിൻസ്, മാലിന്യങ്ങൾ, ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ് ആണ്. എല്ലാ ടോക്സിൻസിനെ പറ്റി ഞാൻ ഇവിടെ പറയാം. ഇന്നത്തെ ക്ലാസ് അതാണ്. ഇന്ന് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് എന്തിനാണ് നമ്മൾ ഈ ആ പ്രോസസ്സ് കൂടെ കടന്നു പോകുന്നത്. അത് നിങ്ങൾക്ക് ആദ്യം ഒരു ബോധം വേണ്ടേ. നേരെ പ്രാക്ടിക്കലിൽ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് ആ തലയിൽ ഒരു അവയർനെസ് വരണം. അതിനാണ് കുറെ പേർക്ക് ഇതൊക്കെ അറിയായിരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് എന്നെക്കാളും അറിവും വിവരവും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരുപാട് പേര് ഈ ഗ്രൂപ്പിലുണ്ട്. എന്നാലും എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ആ ഒരു റൂട്ട് ഓഫ് ദ ഡിസീസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ നമ്മുടെ കാര്യങ്ങൾ. കാരണം നമ്മുടെ ശരീരത്തിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന പല ടോക്സിൻസും നമ്മൾ ദിവസവും നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ശരീരമായിക്കോട്ടെ 365 ദിവസം 24x7 24/7 എന്താ ചെയ്യുന്നത്? ഈ ടോക്സിൻസിനെ പുറത്തേക്ക് തള്ളാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പല വിധത്തില് ശരീരം എന്താ പറഞ്ഞാൽ വളരെ കഠിനമായിട്ടാണ് പ്രയത്നിക്കുന്നത്. ആ പ്രയത്നം നമ്മൾ കാണുന്നില്ല, നമ്മൾ അതിനെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്താണ് ശരീരം ചെയ്യുന്നതെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വീണ്ടും 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 ഈ ടോക്സിൻസ് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും രണ്ട് രീതിയിലും പോകുന്നുണ്ട്. അപ്പോ ഈ ശരീരത്തിലെ ടോക്സിൻസിനെ പുറന്തള്ളാനായിട്ട്
നമ്മുടെ ശരീരത്തില് എന്താണ് പഞ്ചശുദ്ധിയിലേക്ക് ഞാൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് 5 തരത്തിലുള്ള ശുദ്ധീകരണം എന്നുള്ളത് ഒരു സൈഡിൽ നിൽക്കട്ടെ. ഇപ്പൊ പഞ്ചകർമ്മ എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിലുണ്ട്. അതൊന്നുമല്ല ഇവിടെ ഞാൻ കൊണ്ടുവരുന്ന സംഭവം. പഞ്ചശുദ്ധി എന്ന് പറയുന്ന 5 ഭാഗങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്ന 5 സിസ്റ്റം ഉണ്ട് ശരീരത്തിൽ, അല്ലെങ്കിൽ 5 ഓർഗൻസിനെ ശുദ്ധീകരിക്കാനാണ് ഈ ഒരു പദ്ധതി. അതില് മെയിൻ ആയിട്ട് നമ്മളുടെ സ്പൈനൽ അല്ലെങ്കിൽ നാഡി നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥ, മെയിൻ ആയിട്ട് സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സ്പൈൻ, ആ ഒരു വെർട്ടിബ്ര, നട്ടെല്ല്, അതിനെയാണ് ആദ്യത്തെ ഫോക്കസ് വരുന്നത്. അതിനെന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. 2 നമ്മളുടെ കരള്, ലിവർ. ലിവർ എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഉദര വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ ലിവർ കറക്റ്റ് ആവുന്നതോടുകൂടി നമ്മളുടെ കുറെയൊക്കെ നമ്മുടെ വയറും ശരിയായി കിട്ടും. 3ാമത്തെ സംഭവം നമ്മുടെ ലങ്സ്, ശ്വാസകോശം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. 4 നമ്മുടെ കിഡ്നി. കിഡ്നി ശുദ്ധീകരിച്ചേ പറ്റൂ. കാരണം അത്രത്തോളം എന്താ പറയുന്നത് കഷ്ടപ്പാടുകളാണ് നമ്മൾ കിഡ്നിക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി 5ാമത്തത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയവും ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ചംക്രമണം പോലെ തന്നെ, സർക്കുലേഷൻ പോലെ തന്നെ ലിംഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡും കൂടെ ശരീരത്തിൽ ഇതുപോലെ ഒഴുകുന്നുണ്ട്. അതും അതിന്റെ സിസ്റ്റത്തിനെയും കൂടെയാണ് നമ്മൾ ഡീറ്റോക്സിഫൈ. അതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഈ ഭാഗങ്ങളാണ്. അതിനെയാണ് നമ്മൾ ശുദ്ധീകരിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് ഈ 5 ദിവസവും നമ്മൾ കവർ ചെയ്ത്. ഇന്നിപ്പോ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. 5 ദിവസം മെയിൻ കണ്ടന്റ് നമ്മൾ എടുക്കും. അവസാനത്തെ ദിവസം ഇതൊന്നും അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിസ്റ്റം വെച്ച് പോകാൻ പറ്റില്ല. അതായത് സിദ്ധവൈദ്യമായിക്കോട്ടെ, ആയുർവേദമായിക്കോട്ടെ, ഭാരതീയ ചികിത്സാ സമ്പ്രദായങ്ങളാണ് ആയുർവേദമായാലും സിദ്ധവൈദ്യമായാലും ഒക്കെ. ഇവയിൽ നിന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തുകൊണ്ട്, അത് മാത്രമല്ല അതിൽ തന്നെയുള്ള യോഗ, മുദ്ര തെറാപ്പി, അതിനെ പറ്റിയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ. അതിനോടൊപ്പം ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ കുറച്ച് എളുപ്പത്തിലുള്ള കുറച്ച് നല്ല ഹീലിംഗ് മെത്തേഡ്സും ഡീടോക്സിഫിക്കേഷൻ മെത്തേഡ്സും പറയുന്നുണ്ട് ചൈനീസ് മെത്തേഡ്സിൽ. ഇതൊക്കെ കൂടെ ഹോളിസ്റ്റിക് ആക്കി കൊണ്ടുപോകുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ഈ ഒരു 5 ദിവസവും കൊണ്ടുപോകാൻ പോകുന്നത്. ഇപ്പം സിദ്ധവൈദ്യത്തിന് ഊന്നൽ നൽകുന്നതായിക്കോട്ടെ, ആയുർവേദത്തിലും ആയിക്കോട്ടെ, നമ്മൾ രോഗം വന്ന് രോഗിയെ ചികിത്സിക്കുക എന്നതിനേക്കാളിന് അതിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം രോഗം വരാതെ ഇരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം. കായകൽപ്പം എന്ന് പറയുന്ന സിദ്ധവൈദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സിദ്ധന്മാര്, അതായത് തിരുമൂലരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ബോഹര്, പഴനിയിലൊക്കെ പോകുമ്പോ ബോഹരെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടും ബോഹരുടെ സമാധിയിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ബോഹരായിക്കോട്ടെ, തിരുമൂലരായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ശരീരത്തിനെ അഴിയാതെ കാക്കണം എന്നാണ്. എന്തിനാണെന്നറിയോ? നമുക്കിങ്ങനെ ശരീരം അഴിയാതെ ഇങ്ങനെ ഒരുക്കും കേട്ടി കൊണ്ടുപോകാനല്ല. ശരീരം അഴിയാതെ എന്ന് വെച്ചാൽ ഭംഗിയിട്ടോ ഉടുപ്പിട്ടിട്ടോ നല്ല നിറം വെച്ചിട്ടോ അല്ലെങ്കിൽ പൊട്ടുകുത്തി ലിപ്സ്റ്റിക് ഇട്ട് കണ്ണ് എഴുതി മുടി കെട്ടി അല്ലെങ്കിൽ ഡൈ ചെയ്ത് നടന്നിട്ടോ ഒന്നുമല്ല. ശരീരം അഴിയാതെ കാക്കണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ശരീരം പൂർണ്ണമായി, ശരീരത്തിന്റെ എല്ലാ കോശങ്ങളും ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. എന്തിനാണെന്നറിയോ? ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് സാൽവേഷൻ. സിദ്ധ എന്ന് പറയുന്ന വാക്ക് തന്നെ വന്നത് സിദ്ധി എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. സിദ്ധ എന്ന് പറയുന്ന സിസ്റ്റം സിദ്ധന്മാര്, പണ്ടുള്ള 18 സിദ്ധന്മാരും എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്നത് ഈ അറ്റൈൻമെന്റ് ഓഫ് സാൽവേഷൻ ആണ്. പരമമായ ലക്ഷ്യം, ആത്യന്തികമായ നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. പലരും അത് തിരിച്ചറിയാതെ ഈ മായാപ്രപഞ്ചത്തിൽ പെട്ട് അങ്ങനെ അങ്ങ് പോവുകയാണെന്ന് മാത്രം. ആയുർവേദമായിക്കോട്ടെ, ആയുസ്സിന്റെ വേദമാണ്. ആ ആയുസ്സിനെ പിടിച്ചു നിർത്താൻ ശരീരം എന്നാണ് വേണ്ടത്. ആ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കണം. അതിനാണ് ആയുർവേദം ഉള്ളത്. അങ്ങനെ ഈ പറയുന്ന പഴയ ആചാര്യന്മാര് മുഴുവൻ അത്തരത്തിലാണ് ഈ ചികിത്സാ സമ്പ്രദായങ്ങളെ രോഗം വരാതെ ശരീരത്തിനെ കാക്കാനാണ് കാത്തുവച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ സംവിധാനത്തിൽ അങ്ങനെ ഒന്നുമല്ല. ഇന്ന് ചികിത്സിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെയും നോക്കിക്കോട്ടെ, നമുക്ക് അസുഖം വരുന്നു, അസുഖത്തിനെയാണ് നമ്മൾ മാറ്റുന്നത്. അല്ലാതെ എന്റെ ശരീരത്തിനെ പരിരക്ഷിക്കാൻ എന്ത് ചെയ്തു തരാൻ പറ്റുന്ന ആരും അന്വേഷിക്കുന്നില്ല. എല്ലാവരും അസുഖം മാറ്റാനാണ് ആൾക്കാരെ പോയി കാണുന്നുള്ളൂ. അതേ ഉള്ളൂ ചികിത്സാ രീതി ഇന്ന് നിലവിൽ എന്ന് പറയണം. അപ്പോ ഇതിന് ഒരു അവയർനെസ് പ്രോഗ്രാം പോലെ നമുക്ക് ഈ 5 ദിവസത്തെ എടുക്കാം. ആദ്യം നമ്മൾ ടോക്സിൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കും. ശരീരത്തിൽ എങ്ങനെയാണ് ടോക്സിൻസ് കയറുന്നത്, ഏതൊക്കെ ടോക്സിൻസ് ആണ് പൊതുവെ നമ്മൾ കാണുന്നത് എന്നുള്ളത്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ 5 ഭാഗങ്ങളെയും 5 പ്രധാനപ്പെട്ട അവയവങ്ങളെയും നമ്മൾ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ പറയും. അവയ്ക്ക് എന്തൊക്കെ രോഗങ്ങൾ വരാം, ആ രോഗത്തിന് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം,
അതായത് ഡീടോക്സിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ കൂടെ തന്നെ നമുക്ക് കുറേയൊക്കെ രോഗങ്ങളെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വരാതിരിക്കാൻ വേണ്ടി ആ അവയവങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇനി ഇതിൽ തന്നെ പലർക്കും ഇതൊന്നും അല്ലാതെയും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഇതെല്ലാം കഴിഞ്ഞാലും ഇതിന്റെ അപ്പുറം നിൽക്കുന്ന ഇത്രയും കാലം കൊണ്ടുവന്ന കാര്യങ്ങൾ ഉണ്ടാവും. അവയ്ക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം അതിനായിട്ടൊരു സെഷൻ കൂടെ, ഇതൊന്നും അല്ലാതൊരു സെഷൻ കൂടെ നമ്മൾ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് ഏത് സിസ്റ്റത്തിൽ പോകാം, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അതിനൊരു തീർപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അപ്പം അതിനോട് കൂടെ നമ്മൾ ദിവസവും എന്തൊക്കെ ക്രിയകൾ ചെയ്യാം. നമുക്ക് ആർക്കും ഒരു എക്സസൈസ് നമുക്ക് ബുദ്ധിമുട്ടാൻ ഭയങ്കര പാടാണല്ലോ. എല്ലാവർക്കും ഈസി ആയിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഒരു ക്യാപ്സൂളിലെല്ലാം ഇപ്പൊ ഈ 5 ക്രിയകളെയും കൂടെ ഞാൻ ഒരു ക്യാപ്സൂളിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൊറിയർ ചെയ്ത് തന്നു നിങ്ങൾ അത് വിഴുങ്ങിക്കോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവർക്കും അത് മതി. ഓ, എന്തൊരു സന്തോഷം. അങ്ങനെയാണെങ്കിൽ കുറേയും കൂടെ പഠിക്കാന്ന് പറയും. വെറുതെ കേട്ടിരുന്നിട്ട് ക്യാപ്സൂൾ വിഴുങ്ങുക. ശരീരം അനങ്ങാനും അല്ലെങ്കിൽ ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനും പലർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊന്നും ബുദ്ധിമുട്ടില്ലാത്ത കുറെ പേരാണ് ഇന്ന് ഈ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം പൊതുവെ എല്ലാവർക്കും മടിയുണ്ട്, നമുക്ക് തിരക്കുണ്ട്, എനിക്ക് തിരക്കുണ്ട്, നിങ്ങൾക്ക് തിരക്കുണ്ട്. പക്ഷെ ഒരു 40 മിനിറ്റിലേക്കാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളെ, അതായത് ദിവസവും ഒരു 40 മിനിറ്റ് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ യോഗ, മുദ്ര എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ യോഗയിൽ തന്നെ ഇപ്പൊ ഇതിൽ കുറെ പേര് ആദ്യമേ പറയും എനിക്ക് യോഗ ചെയ്യാൻ പറ്റില്ല, നട്ടലിന് പ്രശ്നമുണ്ട്, എന്നോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ച് പേര് പറയും, അല്ലെങ്കിൽ യോഗ തുടങ്ങുമ്പോൾ എന്താ യോഗ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ പറയാറുണ്ട് പൊതുവെ ക്ലാസ്സുകളിൽ. ഞാൻ അതിനും ഒരു സൊല്യൂഷൻ പറയാം. ആദ്യത്തെ സെഷനൊക്കെ കഴിഞ്ഞിട്ട് കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന യോഗകൾ, ആ പറയുന്ന കുറച്ച് പേർക്ക് മാത്രം ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യത്തിന് നമ്മുടെ ഈ മെയിൻ സെഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഒരു സെഷൻ വെച്ചിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഫോളോ അപ്പ് ആയിട്ട് കൊടുക്കും. അത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവരോട് തഥാഗതയോട് പറഞ്ഞില്ല, ഞാനിപ്പോ ക്ലാസ്സിൽ പറയാണ്. അങ്ങനെയും കുറച്ച് പേരുണ്ടാകാം, നമുക്ക് പറയാൻ പറ്റില്ല. മുട്ടിന്റെ പ്രശ്നം കൊണ്ടും ഒക്കെ നമുക്ക് ചിലർക്ക് പറ്റുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രായം കൊണ്ട് ചിലർക്ക് പറ്റുണ്ടാവില്ല, ചിലർക്ക് ഇതൊന്നും ഇല്ലാണ്ട് പറ്റുണ്ടാവില്ല. എനിവേ, അവർക്കും ഇതൊന്ന് വിട്ടുപോകാൻ പറ്റില്ല. പിടിച്ചോ, ഇതിനകത്ത് കയറി പിടിച്ചോ, ഞാൻ പിടിച്ചു വെക്കും എല്ലാരും ഈ 40 മിനിറ്റ് അടിസ്ഥാനപരമായിട്ട്. ഇനിയിപ്പോ രാവിലെ ഭയങ്കര തിരക്ക് അടുക്കളയിൽ, രാവിലെ ഇപ്പം ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, അടുക്കളയിൽ കുറെ ഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ ജോലിക്ക് പോകണം, കുട്ടികളെ സ്കൂളിൽ വിടണം. ഇപ്പൊ വെക്കേഷനാണ്, സ്കൂളില്ല, അല്ലെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ കയറാനേ പറ്റില്ല. വേണ്ട, വൈകുന്നേരം വന്നിട്ട് കയറിയാൽ മതി. വൈകുന്നേരം തരും സമയം, ഒരു 40 മിനിറ്റ് ഉണ്ടാവും വൈകുന്നേരം. ആ 40 മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തേ പറ്റൂ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ദിവസം ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് പറയും, ഓ, ആ ക്ലാസ്സിൽ പോയിട്ട് വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് കുറെ കേട്ട് എന്റെ 3000 ഉറുപ്പിയും പോയി, ഒരു കാര്യം ഉണ്ടായില്ല, എനിക്കൊരു ഗുണം ഉണ്ടായില്ല. ഈ ക്ലാസ് കേട്ട ആർക്കും ഒരു ഗുണം ഉണ്ടാവില്ല കേട്ടോ. ഞാനത് ആദ്യമേ പറയാ. ഈ ക്ലാസ് കേട്ടിട്ട് ഒരു മനുഷ്യനും ഗുണം ഉണ്ടാവും എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാ, കിഡ്നി, ലിവർ, ഇതൊക്കെ കേട്ടു എന്നല്ലാണ്ട് ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ നമ്മൾ തന്നെ പണിയെടുക്കണം. ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ നാവിനും എന്റെ മുഖത്തിന്റെ മസിൽസിനും എക്സസൈസ് കിട്ടുന്നല്ലാണ്ട് എനിക്കും ഗുണമല്ല, നിങ്ങൾക്കും ഗുണം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഗുണം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളൊന്ന് പണിയെടുക്കണം. മുറ്റത്ത് കുഴി കുഴിക്കണം. നമ്മൾ നോക്കിയിരുന്ന കുഴി കുഴിയൂല, അല്ലേ? നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് കുഴി കുഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് കുഴിയെടുക്കണം. അല്ലാണ്ട് ബംഗാളിനെ വിളിച്ചോണ്ട് വന്ന് കുഴി എടുത്താൽ ബംഗാളി അത് അവന്റെ ഇഷ്ടത്തിന് ചെയ്തിട്ട് പോകും. നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. നമ്മളെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമേ വളരെ ലഘുവായ വാക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ. എല്ലാവരും ഇത് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ 5 ദിവസത്തിൽ ആദ്യത്തെ ദിവസം സ്പൈനിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ശുദ്ധിക്രിയകളാണ് നമ്മൾ ചെയ്യുക. നട്ടലിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ഞാൻ വീണ്ടും പറയാം, നമ്മുടെ ചക്രങ്ങളെല്ലാം ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. അവിടെ മാത്രം എന്ന് ഞാൻ പറയുന്നില്ല, അവിടം കേന്ദ്രീകരിച്ചാണ്, നട്ടലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന സുഷുമ്നാ നാഡിയെ കേന്ദ്രീകരിച്ചാണ് ചക്രങ്ങളുടെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഇരിപ്പിടം. അത് നമുക്ക് മുന്നോട്ടും അറിയാം, പിന്നോട്ടും അറിയാം, ചുറ്റും അറിയാം, അത് വേറെ കാര്യം. പക്ഷെ മെയിൻ ആയിട്ടുള്ള കേന്ദ്രങ്ങൾ അവയാണ്. അപ്പൊ ആ നട്ടലിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. തലച്ചോറും സുഷുമ്നാ നാഡിയും കൂടെ ചേർന്ന് വരുന്ന സെൻട്രൽ അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവയ്ക്ക് ഒരുപാട് പ്രാധാന്യം നമ്മുടെ ശരീരത്തിൽ ഡീടോക്സിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഡേ 1 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. നട്ടലിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറയും.
ഈ ഡിസ്കിന് ഇഷ്യൂസും ഒക്കെ ഉള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. നാളെ നട്ടലിന് വേണ്ടി സ്ട്രെങ്തൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് കുറെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ കഴുത്തിൽ തന്നെ കത്തി വെക്കുകയാണ്. കാരണം ഞാൻ നട്ടലിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്, ഞാൻ നട്ടലിന്റെ ചികിത്സയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും, ഇതൊക്കെ ചെയ്ത് കുറെയൊക്കെ മാറ്റം വരുമ്പോൾ ആരെങ്കിലും എന്നെ കാണാൻ നടുവിന്റെ വേദനയും കൊണ്ട് വരണമെന്ന് വിചാരിച്ചത് അതും ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പേഷ്യൻസ് ഇല്ലാതെയാകും. എന്നാലും കുഴപ്പമില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നട്ടല് ഇപ്പം ഓൾറെഡി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരിക്കുന്നവരാണെങ്കിലും സ്ട്രെങ്തനിങ് ചെയ്യാം, നല്ല സുഖമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. അതുപോലെ രണ്ടാമത്തെ, അതായത് നമ്മുടെ നെക്സ്റ്റ് തേർഡ് ഡേയിൽ എടുക്കാൻ പോകുന്നത് ലിവറിനെ പറ്റിയായിരിക്കും. ഏറ്റവും മേജറായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും ഫാക്ടറിയാണ്, അത് വലിയൊരു ഫാക്ടറിയാണ്. രാവും പകലും വർക്ക് ചെയ്യുന്ന, ഉറങ്ങാതെ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി. എസ്പെഷ്യലി രാത്രിയിലാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ലിവറിനെ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, അതിനെ ഡീടോക്സിഫൈ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ എന്നുള്ളത്. ഇത് മരുന്ന് കഴിച്ചിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ അല്ല. ആരോ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന കണ്ടു, ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആവുമെന്ന്. മെറ്റീരിയൽസ് നമ്മൾ തന്നെയാണ്, നമ്മൾ ഉണ്ടായാൽ മതി, നമ്മളെ ശരീരം ഉണ്ടായാൽ മതി. അപ്പോഴാണ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുക. ഞാൻ പറയും, നമ്മൾ ഒരുപാട് ഓടുകയാണ്, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ വരുന്ന പല രോഗികളോടും പറയുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം നമ്മളെ നോക്കി, നമുക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് എക്യുപ്മെന്റ്സ് അല്ല വേണ്ടത്, നമ്മളാണ് വേണ്ടത്. നമ്മൾ അവൈലബിൾ ആയിരിക്കുക. അടുത്ത ദിവസം നമ്മൾ ലങ്സ്, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കിഡ്നി, അത് കഴിഞ്ഞിട്ട് ഹാർട്ട് ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റത്തിനെയാണ് നമ്മൾ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇതിന്റെ PDF നോട്ട്സ് ചോദിച്ചു. അപ്പൊ നാളെ തൊട്ട് ഉള്ള സ്പൈനിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിന്റെ മുദ്രകൾ, അതിന്റെ PDF നോട്ട്സ് എല്ലാവർക്കും ഓരോ ദിവസം അതത് ദിവസത്തെ നോട്ട്സ് PDF ആയിട്ട് ഇട്ട് തരും. കഴിയുമെങ്കിൽ യോഗ പോസ്റ്റേഴ്സിന്റെ ഫോട്ടോയും കൂടെ ഞാൻ അതിൽ ഇട്ട് തരും. ഏകദേശം 30 യോഗകളാണ് ഈ 5 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുക. 30 സിമ്പിൾ ആയിട്ടുള്ള യോഗകളാണ്. ഒരിക്കലും തലകുത്തി നിൽക്കാനൊന്നും ഞാൻ ഇവിടെ പറയില്ല, അതാരും പേടിക്കേണ്ട. ഇരിക്കുന്ന ഇരിപ്പിനോ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന യോഗകളാണ്. അത് അത്യാവശ്യം നമ്മൾ ചെയ്യണം, അതിന്റെ ആ പ്രാധാന്യം ഞാൻ പറഞ്ഞു തരാം. ഇനി ഫോളോ അപ്പ്, ഇത് ഈ നമ്മുടെ മെയിൻ കോഴ്സ് കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ആണ് ഫോളോ അപ്പ് വരിക. മൺഡേ ടു ഫ്രൈഡേ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഫോളോ അപ്പ് ഉണ്ടാവും. മാക്സിമം ഞാൻ തന്നെ ഗൈഡ് ചെയ്യാൻ അവിടെ ഉണ്ടാകും ഫോളോ അപ്പ് സെഷൻസിൽ. ഇതിന്റെ മുൻപായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, നടക്കുമോന്ന് അറിയില്ല. നമുക്ക് ശരീരത്തിലെ ഒരു ടോക്സിസിറ്റീനെ കളയാനുണ്ട്. അതാണ് നമ്മളുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഉദര വ്യവസ്ഥകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വളരെ മോശമായ മലമുണ്ട്. മലം എന്ന് വെച്ചാൽ പുറത്തേക്ക് വരുന്ന മലം മാത്രമല്ല, ഏറ്റവും മോശമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പ്രോസസ്സുകളും കൂടെ നിങ്ങളെ പഠിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒക്കുമെങ്കിൽ അവസാനത്തെ ദിവസം അതും കൂടെ ചെയ്തിട്ട് ഫോളോ അപ്പിന്റെ മുൻപായിട്ട് നിങ്ങൾക്കത് വീട്ടിൽ ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ കുറേയും കൂടി എനർജറ്റിക് ആയിരിക്കും, കുറേയും കൂടെ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടെ അതിന്റെ ബെനിഫിറ്റ് കൂടുതലായിട്ട് കിട്ടും. അത് നമുക്ക് നോക്കാം. കാരണം നമ്മൾ ഈ രണ്ട് ഒരുമിച്ച് നേരിട്ട് കണ്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറേയും കൂടെ എളുപ്പമാണ്. നമ്മൾ ഈ അവിടെയും ഇവിടെയും ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഇരുന്ന് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് ഞാൻ നോക്കാം എന്നിങ്ങനെ പറയുന്നത്. കഴിവതും എല്ലാം തന്നെ ചെയ്യും കേട്ടോ. ഇനി ഈ നോട്ട്സ് ഉണ്ടാവും. ഇനി റെക്കോർഡഡ് വീഡിയോസ്, പലരും ചോദിച്ചു ഇന്ന് കയറാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നാളെ കയറാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും. ഒരു കുഴപ്പമില്ല, കഴിവതും റെക്കോർഡഡ് വീഡിയോസ് തരും. ലൈവ് ക്ലാസ്സിന്റെ എനർജി ഉണ്ട്, എനർജി ട്രാൻസാക്ഷൻ ഉണ്ട്. ബട്ട് മറ്റേ ക്ലാസ് അങ്ങനെയല്ല. റെക്കോർഡഡ് വീഡിയോ കാണുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, ആ ടൈം പറ്റുന്നില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഇനി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിവതും പറ്റുന്നവര് യോഗ മാറ്റ് നിലത്ത് വിരിച്ച്, യോഗ മാറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പായ ഉണ്ടെങ്കിൽ പായയിൽ നിലത്തിരിക്കാൻ ശ്രമിക്കുക. വേണമെങ്കിൽ ഒരു പില്ലോ വെച്ചിട്ട് പില്ലോയിൽ ഇരിക്കുക, കാല് നീട്ടി വെച്ചിട്ടോ ഒക്കെ ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ മുന്നിൽ ആ രീതിയിൽ ക്ലാസിന്റെ മുമ്പിൽ മൊബൈൽ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഒരു ഹെഡ്സെറ്റും കൂടെ വെക്കാൻ പറ്റിയാൽ വളരെ ഉത്തമം. കാരണം നമുക്ക് യോഗയുടെ പ്രൊസീജിയേഴ്സ് ചെയ്യണം, ഒന്ന് ചെയ്ത് ശ്രമിക്കണം. എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും പറ്റുന്നവരൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കുക, ഒരു പൂർണ്ണത കിട്ടാനായിട്ട്. ഫോളോ അപ്പ് സെഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ചെയ്തേ പറ്റൂ. ഇരുന്നുകൊണ്ട് ചെയ്യുന്നവർക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാം. അതായത് ചെയറിൽ ഇരുന്നവർക്ക് ഞാൻ അതിനു വേണ്ടി ട്രെയിനിങ് കൊടുക്കും. അല്ലാത്തവർക്ക് കിടന്നുകൊണ്ടും അല്ലെങ്കിൽ ഒക്കെ പായയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റിൽ ചെയ്യേണ്ടത് ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 8 മണിക്ക് ക്ലാസ് ആണെങ്കിൽ കഴിവതും ഒരു 6:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 6:30 7 മണിക്കുള്ളിൽ എങ്ങനെയായാലും ആഹാരം കഴിക്കണം. കാരണം വയറ് നിറഞ്ഞു വന്നിരുന്ന നമുക്ക് ക്ലാസ് കേൾക്കാനും ഉറക്കം വരാനും ഒക്കെ തുടങ്ങും. പിന്നെ നമുക്ക് ഈ പ്രൊസീജിയേഴ്സ്, പ്രാണായാമം ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ വയറ് നിറഞ്ഞിരിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ
അധികം നമ്മളുടെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ പോലെ ഹെഡ്സെറ്റ് വെക്കാൻ പറ്റിയാൽ ഏറ്റവും ഉത്തമം. ഇതിനുവേണ്ടി ഞാൻ കർശനമായിട്ട് പറയല്ല, മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കാനും നിങ്ങൾക്ക് ദൂരത്തിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറേയും കൂടെ നല്ല കാര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയും കൂടെ ഒന്ന് ശ്രമിക്കുക. ഇനി 1 hour ആണോ ക്ലാസ്? നമ്മൾ 8 to 9:30 ആണ് ക്ലാസ്. ഈ പറയുന്ന 1 വീക്കിലെ ക്ലാസ് വെച്ചിരിക്കുന്നത് 8 to 9:30 ആണ് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തില് എങ്ങനെയൊക്കെയാണ് വിഷവസ്തുക്കൾ കയറുന്നത്, എന്തൊക്കെ വിഷവസ്തുക്കൾ ഉണ്ട്, അത് പറയാണ്ട് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കാര്യമൊന്നുമില്ലല്ലോ. വെറും നിങ്ങൾ കഴിക്കാൻ ഞാൻ ഏത് വിഷം എടുത്തടിച്ചു, ഞാനൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ സാധാരണ ഭക്ഷണമല്ലേ കഴിക്കുള്ളൂ, ഞാൻ സാധാരണ പോലെ നടക്കുള്ളൂ, ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും ചിന്തിക്കുക. ഞാൻ ഈ വിഷമുക്തമാക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഇത്രയും മാത്രം വിഷം ഉള്ളിൽ കയറിയെന്ന് ചിന്തിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുപാട്ടിലെയും വീട്ടിലെയും ഒക്കെ കാണുന്ന പലതരത്തിലുള്ള വിഷമയമായ സാധനങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതിൽ ഏറ്റവും ആദ്യത്തെ സംഭവം ഞാൻ പറയാം, നമ്മളുടെ ടൂത്ത് ബ്രഷ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. വീടിന്റെ അകത്തുനിന്ന് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. കാരണം ടൂത്ത് ബ്രഷ് നമ്മൾ കൂടുതലായിട്ട് ഇന്നത്തെ കാലത്ത്, എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, മീൻസ് എന്റെ കുട്ടിക്കാലത്ത് നമുക്ക് ബാത്റൂമിന്റെ അകത്ത് പല്ല് തേക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ല, എപ്പോഴും വീടിന്റെ പുറത്താണ് ഉണ്ടാവുക അന്നൊക്കെ. ഇന്നെന്ന് വെച്ചാൽ നമുക്ക് ബാത്റൂമിന്റെ അകത്തിലൊക്കെ വേണമെങ്കിൽ ബെഡിൽ നിന്ന് എണീക്കുന്നിടത്ത് പല്ല് തേക്കാൻ പറ്റിയ അത്രയും നല്ലതെന്നാണ് നമ്മൾ ചിന്തിക്കുക. ബാത്റൂമിന് പണ്ട് വീടിന്റെ അകത്ത് ടോയ്ലറ്റ് വെക്കില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത് ടോയ്ലറ്റ് ഒക്കെ എപ്പോഴും വെളിയിൽ, അങ്ങനെയൊക്കെ ഒരു സംവിധാനമൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. എനിവേ ടൂത്ത് ബ്രഷ് ഒക്കെ നമ്മൾ വെക്കുന്നത് ടോയ്ലറ്റിന്റെ കൂടെയാണ്. ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഈ ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വിഷവാതകങ്ങളും പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസും അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട്. അത് സ്റ്റഡീസ് തെളിയിച്ച കാര്യമാണ്. ഈ സംഭവം ഏറ്റവും കൂടുതൽ നമ്മൾ സോപ്പിലിരിക്കുമായിരിക്കും, പക്ഷെ സോപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറമെ തേച്ച് കഴുകിയാണ് കളയുന്നത്. ടൂത്ത് ബ്രഷ് നമ്മൾ നേരെ രാവിലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൈപ്പിന്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് കാണിക്കും, എന്താന്ന് വെച്ചാൽ എടുക്കും, നമ്മൾ പല്ല് തേക്കും, അല്ലെ? അങ്ങനെയല്ലേ ചെയ്യാ? ഈ സാധനങ്ങളെല്ലാം പോയി വന്നിരിക്കുന്നത് ഒന്നാമത് നമ്മുടെ വായിക്കകത്ത് കുറെ ബാക്ടീരിയ ഉണ്ട്. അതിന്റെ കൂടെ ഈ ടോയ്ലറ്റ് സീറ്റിലെ ബാക്ടീരിയ നമ്മൾ കാണാത്തത് മുഴുവൻ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുക ഈ ബ്രിസിൽസിലാണ്. അപ്പൊ ടൂത്ത് ബ്രഷിനെ നമ്മൾ കഴിവതും ടോയ്ലറ്റിൽ വെക്കാതിരിക്കുക. ഈ ബാക്ടീരിയ ഒരു ടോക്സിൻ ആണ്. ഇതിൽ കൂടെ വരുന്ന പലതരത്തിലുള്ള ബാക്ടീരിയാസും നമ്മളുടെ ടോക്സിൻ ആയിട്ടാണ് വരുന്നത്. അപ്പോ ഈ നമ്മൾ എത്രത്തോളം റണ്ണിങ് വാട്ടറിന്റെ അടിയിൽ കഴുകിയാൽ ഇതൊന്നും വൃത്തിയാവില്ല. നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇതായിട്ട് വിനീഗർ വെച്ചിട്ട് വൃത്തിയാക്കാം. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൽക്കഹോളിക് അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ മൗത്ത് റിൻസ് ചെയ്യുന്ന വാട്ടർ ഉണ്ടല്ലോ, ലിക്വിഡ് കിട്ടുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ടൂത്ത് ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് കഴുകണം. ഞാൻ അത് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുള്ളൂ. എന്താണ് പല്ലിന്റെ ഇമ്പോർട്ടൻസ് എന്നറിയോ? പല്ലിന്റെ ഇമ്പോർട്ടൻസ് നേരെ കാർഡിയാക് സിസ്റ്റവുമായിട്ട്, ഹാർട്ടുമായിട്ട്, ഡെന്റൽ ഹൈജീൻ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ കിടപ്പുണ്ട്. ഹാർട്ടിന്റെ ആ ഒരു ആരോഗ്യവുമായിട്ട് ഈ ഡെന്റൽ ഹൈജീന് ഭയങ്കര പ്രാധാന്യമുണ്ട്. സോ ഇത്തരത്തിലുള്ള ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ പോകുന്നത് നമുക്ക് ഹാർട്ടിനും കൂടി ദോഷമാണ്, മൊത്തമായിട്ട് നമുക്ക് ദോഷമാണ്. പക്ഷെ ഡെന്റൽ ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിങ് കാർഡിയാക് ഹെൽത്ത് എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു ഹാർട്ടിന്റെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കുക. ഈ പറഞ്ഞ പോലെ കഴിവതും ടോയ്ലറ്റിന്റെ അകത്ത് വെക്കാതിരിക്കുക. വാഷ്റൂമിൽ ഫ്ലഷിംഗ് ഏരിയ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് വെക്കാതിരിക്കുക. വെച്ചാലും കവർ ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് വിനീഗർ പോലത്തെ സൊല്യൂഷൻ വെച്ച് വാഷ് ചെയ്ത് കളയുക. നോട്ട് ഓൺലി റണ്ണിങ് വാട്ടർ. ഓക്കെ, അപ്പോൾ അതൊരു മെയിൻ കാര്യം. അതേപോലെ നമ്മൾ ബ്രഷ് എല്ലാവരും എത്രയാണ് ഒരു ചുരുങ്ങിയ കാലം ബ്രഷ് മാറ്റുന്നതിന്റെ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല, പെട്ടെന്ന് ടൈപ്പ് ചെയ്യാവുന്നവര്. എത്ര കാലം കൊണ്ട് മാറ്റാറുണ്ട് ബ്രഷ്? 3 months. വെരി ഗുഡ് സഞ്ജയ്. അതാട്ടെ, ഓക്കെ, 2 to 3 months. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. എപ്പോഴും ബ്രഷ് നമുക്കൊരു മാക്സിമം 3 months അപ്പുറത്തേക്ക് ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാൻ പാടില്ല. ഇന്ന് ബാംബു ടൂത്ത് ബ്രഷ് പോലത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓർഗാനിക് ബ്രഷുകളൊക്കെ അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് ആണ് നമ്മൾ വായിലേക്ക് ഇടുന്നത്, വേറെ നിവർത്തിയൊന്നുമില്ല. ബട്ട് മറ്റേതും അവൈലബിൾ ആണ്. സോ അതൊക്കെ നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഈ കാര്യങ്ങൾ ടൂത്ത് ബ്രഷിന്റെ കാര്യത്തിൽ ചെയ്യാം. ഞാൻ നേരെ പറഞ്ഞതിന്റെ കാര്യം വെച്ചാൽ വെറും പല്ല് മാത്രമല്ല, ഓറൽ ഹൈജീൻ ഈസ് ഡയറക്ട്ലി ലിങ്ക് ടു നമ്മുടെ കാർഡിയാക് ഹാർട്ടിന്റെ ആ ഹെൽത്തുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കോണ്ടാക്ട് ലെൻസ്, നമ്മൾ കോണ്ടാക്ട് ലെൻസിൽ അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ കണ്ണിൽ അമീബിക് സിസ്റ്റ് വരുന്ന കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതെന്താ, ഞാൻ ജസ്റ്റ് കൂട്ടത്തിൽ പറയണമെന്നേ ഉള്ളൂ. കോണ്ടാക്ട് ലെൻസ് നമ്മൾ ക്ലീൻ ചെയ്യേ,
പക്ഷെ കോണ്ടാക്ട് ലെൻസ് വെക്കുന്ന ഹോൾഡർ നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. യൂസ് ചെയ്യുന്നവരെ കാര്യം ഞാൻ പറയുന്നത്, എല്ലാവരും അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. സോ അതിനകത്തുനിന്ന് അത് അമീബിയ വളരെ നന്നായിട്ട് അമീബ വളരുന്ന ഒരു ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. സോ കണ്ണിൽ അമീബിക് സിസ്റ്റ് വരുന്നത് കോമൺ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ ഹോൾഡറും നമ്മൾ ക്ലീൻ ചെയ്യണം. അതൊരു കോമൺ സംഭവമല്ല. ഇനി വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ പറയാം. നമ്മുടെ അസുഖം ഉണ്ടാക്കി വെക്കുന്ന ഒരു വലിയ സാധനം വീട്ടിൽ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവുന്ന കാര്യം. ഇതൊക്കെ എന്തിനാ ഞാൻ പറഞ്ഞു നോക്കിക്കോ. നമ്മളിലെ വളരെ ചെറിയ ചെറിയ പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് വയറ് സംബന്ധമായ പല പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിനകത്തിനാണ് തുടങ്ങുന്നത്. ഏറ്റവും വലിയൊരു സാധനം ഇരിപ്പുണ്ട് നമ്മുടെ വീട്ടിൽ, ആരാന്നറിയോ? റെഫ്രിജറേറ്റർ. നമ്മൾ റെഫ്രിജറേറ്റർ ഒക്കെ ഒരു എല്ലാവരും ക്ലീൻ ചെയ്യാറും എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ടാവും, അതിനൊന്നും തെറ്റുണ്ടാവില്ല. പക്ഷെ മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യണം. അതും വിനീഗർ പോലത്തെ സൊല്യൂഷൻ വെച്ച് ഫ്രിഡ്ജ് മുഴുവൻ ക്ലീൻ ചെയ്യണം. നമ്മൾ ഇന്നിങ്ങനെ അട്ടിക്ക് കയറ്റി 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 വെക്കുന്നതാണ്. അലമാരയിലൊക്കെ തുണി അടുക്കി വെക്കുന്ന പോലെ ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കുക, അടുക്കി കയറ്റുക, അടുത്ത ദിവസം എടുക്കുക, ചൂടാക്കുക, തിന്നുക, അടുത്ത ദിവസം എടുക്കുക. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷൻ ആണ്, എല്ലാവർക്കും അപ്പം ഉണ്ടാക്കി തിന്നാനൊന്നും പറ്റൂല. എന്നെ ചീത്ത വിളിക്കും ആൾക്കാർ. ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ പറയും, അത് 3 മണിക്കൂറേ ഉള്ളൂ ഒരു ആഹാരം ഉണ്ടാക്കി വെച്ച അതിനൊരു ജീവൻ എന്ന് പറയും. ഇന്ന് ഈ അടുത്ത് ഞാൻ എന്തോ ഒരു ഇത് കേട്ടു. പിന്നെ അതൊക്കെ വെറും ശുദ്ധ പോഷകത്തരാണ്. ആർക്കാണ് 3 മണിക്കൂർ കൂടുതൽ ആഹാരം കഴിച്ച് പിന്നെ അടുത്ത 3 മണിക്കൂറിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരില്ലേ? ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കൂലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. കുറെ സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കും, കുറെ ദോശമാവ് അങ്ങോട്ട് ഉണ്ടാക്കും, എന്നിട്ട് ഡെയിലി ദോശ ഇട്ട് തിന്നും, ഡെയിലി ആ സാമ്പാർ ചൂടാക്കി തരും. എന്നിട്ട് നമുക്ക് ഡയബറ്റിസ് വന്നു, നമുക്ക് അത് വന്നു, ഇത് വന്നു. എന്താണ് എനിക്ക് ഈ അസുഖം എങ്ങനെ വന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാന്നൊക്കെ ചോദിക്കും. ക്യാൻസർ വന്നു, എങ്ങനെ ക്യാൻസർ വന്നു? വരേണ്ടതേ അല്ല കുട്ടിക്ക് ക്യാൻസർ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പരിതപിക്കും. നമ്മൾ ചെയ്തു വെക്കുന്ന അത്ര വൃത്തികേടുകളാണ് വീടിനകത്ത്. അപ്പൊ ഒന്ന് ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെക്കാതിരിക്കാൻ പറ്റില്ല. ബട്ട് കഴിവതും അന്നന്നത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഒരുപാടൊന്നും വാരിക്കൂട്ടി ഉണ്ടാക്കണ്ട, അന്നന്നത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതേമാതിരി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിവിടെ ഒരു ക്ലീനിങ് ക്ലാസ് അല്ല നടത്തുന്നത്, പക്ഷെ ഇതൊക്കെ നമ്മുടെ അസുഖത്തിലേക്ക് വഴി തെളിയിക്കുന്ന കാര്യം. ഇപ്പൊ എന്റെ അടുത്തൊരു പേഷ്യന്റ് വന്നാൽ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമെന്നൊന്നും ചോദിക്കാറില്ല, കാരണം അവരെന്നെ അടിച്ചിട്ട് പോകും. ഡോക്ടറെ കാണിക്കാൻ വന്നാൽ ഫ്രിഡ്ജിന്റെ കാര്യമാണോ ചോദിക്കുക. അപ്പൊ അത്രയ്ക്കൊന്നും ഞാൻ കടക്കാറില്ല. ഇങ്ങനത്തെ ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി ഫ്രിഡ്ജിലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഏരിയ ഏതാണെന്നറിയോ? ഈ ഫ്രിഡ്ജിന്റെ ഡോറിന്റെ അവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനം കണ്ടോ? നിറയെ ക്രീസസ് ആയിട്ട് നിറയെ കുഴി ഉണ്ടാവും. ആ ഭാഗത്ത് നിങ്ങൾ ഇന്ന് എന്നിട്ട് വേണമെങ്കിൽ ഒരു വെള്ള തുണിയിൽ ഇത്തിരി വിനീഗറും വെച്ചൊന്ന് ഇങ്ങനെ നല്ല അമർത്തി തുടച്ചു നോക്കൂ. നാളെ അതിന്റെ ഫോട്ടോ എടുത്തൊന്ന് ഗ്രൂപ്പിൽ ഇട്ട് നോക്കും. എല്ലാവരുടെയും ഫ്രിഡ്ജിന്റെ വൃത്തി കാണാൻ അവിടെ നോക്കിയാൽ മതി. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് പലരും. നല്ല ശ്രദ്ധിക്കുന്നവരുണ്ടാവും കേട്ടോ ആ ബീഡിങ്ങിൽ തന്നെ. ഇത് നമ്മളെ പ്രശാന്താണോ? ഐ മീൻ നിഹാലിന്റെ പ്രശാന്താണോ അത്? ഓക്കെ. പിന്നെ ആ ബീഡിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരുപാട് ഫംഗസ് ആണ്. യെസ്, ഓക്കെ പ്രശാന്ത്. ഫംഗസ് ആണ് അതിനകത്ത് ഗ്രോ ആവുന്നത്. ഭയങ്കര മോശമായിട്ട് വെക്കുന്ന ഒരു സാധനമാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ആക്ച്വലി വീക്ക്ലി വൺസ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം എന്നാണ്. ബട്ട് അതിനൊക്കെ നമുക്ക് സമയമുണ്ടോ? ഒന്നിനും സമയമില്ല. അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ആ ഫ്രിഡ്ജിനെ ക്ലീൻ ചെയ്യുക. ആ ബീഡിങ്ങും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ഇതിപ്പോ നമുക്ക് മെയിൻ പോയിന്റ്സ് മാത്രം ഒന്ന് എന്തെങ്കിലും നോട്ട് ചെയ്താൽ മതി. നാളെയാണ് നമ്മുടെ മെയിൻ കണ്ടന്റ് ഒക്കെ വരുന്നത് കേട്ടോ. ഇത് പക്ഷെ അറിയാതെ അതിലേക്ക് പോകാൻ പറ്റില്ല. എന്തിനാണ് ഡീടോക്സിഫിക്കേഷൻ എന്നുള്ള ക്ലാസ്സിൽ കയറുന്നതെന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ എനിക്ക് ഇത്ര പ്രായമായി, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണുന്ന ശൈലജ ചേച്ചിയാണ്, ചേച്ചിക്ക് ഇത്ര പ്രായമായിട്ടുണ്ടാവും. പ്രകാശ് ചേട്ടനെ കാണുന്നുണ്ട്, ചേട്ടന് അത്ര പ്രായമായിട്ടുണ്ടാവും. സിന്ധു ചേച്ചിയെ കാണുന്നുണ്ട്. അപ്പൊ ഈ പ്രായം വരെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത് എല്ലാവരും. അല്ലാണ്ട് ഇതിനൊന്നും വിഭിന്നമായിട്ടൊന്നും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതൊന്നും ഉപയോഗിക്കാതൊന്നും ആരും ജീവിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറി പറ്റിയിട്ടുണ്ട് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മള് ഇനി അതിനെ ഒന്ന് കളയണ്ടേ. ഇതിനെയും കൊണ്ട് പോയാ എന്താണ്, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി. ദൈവം ആയുസ് എടുക്കുമ്പോ അങ്ങ് എടുക്കട്ടെ. പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ അസുഖം വന്ന് കിടക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. അസുഖം വരുന്നതൊക്കെ പോട്ടെ, വന്ന് നമുക്ക് ബുദ്ധിമുട്ടോ, കിടക്കുന്ന നമുക്ക് ബുദ്ധിമുട്ട്, നോക്കുന്നവരെ ബുദ്ധിമുട്ട്, പിന്നെ കുറെ നാൾ ഇതൊന്നും ആവാതിരിക്കാൻ കുറച്ചൊക്കെ നമുക്കൊന്ന് ഹെൽത്ത് നോക്കാലോ. ഇതൊന്നും നോക്കാതെ വരുമ്പോ ദൈവം തന്നെ വരും. ഇത്തിരി പണി അവർക്ക് ഇട്ട് കൊടുക്കുക, അല്ലെ അവൻ ഇട്ട് കൊടുക്കാന്ന് വെച്ച് ദൈവം തന്നെയാണ് തിരിച്ച് അസുഖമായിട്ട് നമുക്ക് ഓരോന്നിങ്ങ് തരുന്നത്. കാരണം നമ്മളെ കയ്യിലിരിപ്പും അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ഭയങ്കരമാണ്. നമ്മള് ഒരു രക്ഷയില്ലാത്ത അഹങ്കാരം നമുക്കുണ്ട്. അപ്പോ നമ്മൾ അതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പച്ചക്കറികളും എല്ലാവർക്കും അറിയാം, നോൺ വെജും വെജും വേറെ വേറെ തന്നെ സൂക്ഷിക്കണം, അടച്ച് തന്നെ സൂക്ഷിക്കണം.
ക്രോസ് കണ്ടാമിനേഷൻ വരും. ടൈഫോയിഡ് ബാക്ടീരിയ, ഷിഗല്ല ബാക്ടീരിയ പോലത്തെ ഒരുപാട് ബാക്ടീരിയാസ് ഈ മീറ്റ് ഐറ്റംസിൽ, നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മത്സ്യമാംസാദികൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ക്രോസ് കണ്ടാമിനേഷൻ നടക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മൾ വെജിറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് നോൺ വെജ് എന്നുള്ള ഇത്തരത്തിൽ, നോൺ വെജിലാണ് കൂടുതലായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങളിലാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവുന്നത്, ഏറ്റവും കൂടുതൽ ഉണ്ടായി വരുന്നത്. സോ അവ പെട്ടെന്ന് പച്ചക്കറികളിലേക്ക് കയറി പിടിക്കും. ചില സാധനങ്ങളെ നമ്മൾ വേവിച്ചാലും പോവില്ല, അത് ശരീരത്തിൽ കയറി പിടിക്കും, അത് ടോക്സിൻസ് ആയിട്ട് മാറുന്നുണ്ട്. നോൺ വെജ് കഴിച്ചില്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമോ? അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പറയാം. അപ്പോ അതുപോലെ ടെമ്പറേച്ചർ, ഇന്നത്തെ എല്ലാ ഫ്രിഡ്ജിലും ടെമ്പറേച്ചർ സെറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷെ മുമ്പത്തെ ഫ്രിഡ്ജിലൊന്നും അതില്ല. അപ്പൊ കൃത്യമായിട്ട് ടെമ്പറേച്ചർ അതിൻ്റെ അകത്തുള്ള അവരുടെ കാറ്റലോഗിനൊക്കെ ടെമ്പറേച്ചർ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് വേണം ഇതൊക്കെ എടുത്തു വെക്കാൻ. അല്ലാതെ ഇതെല്ലാം എന്താ പറയുക വലിച്ചു കൂട്ടി കയറ്റി ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. അതൊരു അടുത്ത ടോക്സിൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. കാരണം ഞാൻ ഇതൊക്കെ പഠിപ്പിച്ച ഒരു ഡീടോക്സിഫിക്കേഷനിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ശ്രദ്ധ നമ്മുടെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. കാരണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഗാർബേജ് എടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഫ്രിഡ്ജ് തുറന്നടയ്ക്കാൻ പാടില്ല. കറണ്ടിന് മാത്രമല്ല, ഈ ഫ്രിഡ്ജ് തുറന്നടയ്ക്കുന്നതോടുകൂടി വീണ്ടും വീണ്ടും ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഫ്രിഡ്ജിനകത്ത് കയറും. പലരും കാണാം ഫ്രിഡ്ജ്, എന്റെ വീട്ടിൽ പോലും ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഫ്രിഡ്ജിനകം സാധനങ്ങളൊക്കെ തുറന്ന് മലർന്ന് ഇരിക്കുന്നുണ്ടാവും. എല്ലാം തുറന്നിരിക്കുന്നുണ്ടാവും. കാരണം എടുക്കുമ്പോൾ എന്താണെന്ന് പെട്ടെന്ന് കാണാൻ വേണ്ടി ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ടാവും. എല്ലാം ഉണ്ടാക്കി ബാക്കി വെച്ച കറി ഉണ്ടെങ്കിൽ അതും തുറന്നു വെച്ചിട്ടുണ്ടാവും, പാലും തുറന്നു വെച്ചിട്ടുണ്ടാവും, ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇനി വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നതിന് എന്തെങ്കിലും വഴിയുണ്ടോ? വരാം. അപ്പോ ഇനി ഇനി നമ്മുടെ വേറൊരു സാധനമാണ് നമ്മളുടെ കോമ്പ്, ചീപ്പിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് കുട്ടികൾക്കാണ് പ്രശ്നം ഉണ്ടാവുന്നത്. വലിയവരുടെ ചീപ്പ് ഉപയോഗിച്ച് കുട്ടികളുടെ തല ചീവുമ്പോൾ അതും ഒരു ഇതാണ്. കുട്ടികളിൽ ENT ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന്റെ കാരണം തലയിൽ കൂടുതലായിട്ട് ഡാൻഡ്രഫ് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ ഡാൻഡ്രഫിന്റെ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. അത് കുട്ടികളിൽ നിന്ന് വലിയവരിൽ നിന്ന് കുട്ടികളിലേക്ക് പോകുന്ന ഒരു സംഭവമാണ്. സോ ചീപ്പിലും ഈ പറഞ്ഞ ഇടയ്ക്ക് വിനീഗർ, ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതോട് വിനീഗർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൽക്കഹോളിക് സൊല്യൂഷൻസ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. വലിയവരുടെ ചീപ്പ് കുട്ടികൾ ഉപയോഗിക്കാതിരിക്കുക. എല്ലാവർക്കും താരന്റെ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നുണ്ട്. സോ ചീപ്പ് ഇത്തരത്തിൽ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക. അതൊന്ന്. ഇനി വേറൊന്ന്, കട്ടിംഗ് ബോർഡ്. ഇപ്പൊ നോക്കിക്കോ, കട്ടിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ ആ കട്ടിംഗ് ബോർഡിനകത്ത് ഇല്ലാത്ത എന്താ പറയാ, ചതുരം ഉണ്ടാവും, ദീർഘചതുരം ഉണ്ടാവും, സമചതുരം ഉണ്ടാവും, ട്രയാങ്കിൾ ഉണ്ടാവും, പെന്റഗൺ ഉണ്ടാവും, ഹെക്സഗൺ ഉണ്ടാവും, ലൈൻസ് ഉണ്ടാവും, വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടാവും, കേർഡ് ലൈൻസ് ഉണ്ടാവും, സകല സാധനവും വരച്ച് വെച്ചിട്ടുണ്ടാവും നമ്മുടെ കട്ടിംഗ് ബോർഡ്. നമ്മൾ നോൺ വെജ് കട്ട് ചെയ്യുന്നതും ചിലപ്പോൾ ഒരെണ്ണത്തിലായിരിക്കും, വെജ് കട്ട് ചെയ്യുന്നത് ഒരെണ്ണത്തിലായിരിക്കും. ഈ കട്ടിംഗ് ബോർഡാണ്, അത് പ്ലാസ്റ്റിക് ആയിക്കോട്ടെ വുഡൻ ആയിക്കോട്ടെ എന്ത് മെറ്റീരിയൽ ആയിരുന്നാലും ഈ കട്ടിംഗ് ബോർഡിനകത്തും ഒരുപാട് ക്രീസസ് ഉണ്ടാവും. എങ്ങനെയായാലും ചെറിയ ചെറിയ വരകൾ വീഴും. അതിനകത്തൊക്കെ മൈക്രോ ഓർഗാനിസംസ് വന്ന് അതും നമ്മുടെ ശരീരത്തിലേക്ക് എത്തരത്തിലായാലും കയറി ചെല്ലും. ഇതൊക്കെ കയറി ചെല്ലാതെ ഇരുന്നിട്ട് നോക്കിയിട്ട് കാര്യമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതൊക്കെ ശരീരത്തിൽ കയറിയാൽ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്നവർ മാത്രമേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ഇതൊന്നും കയറിയാൽ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ ശരീരം അതുപോലെ ആക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ ശരീരത്തിന് ആ ഒരു കപ്പാസിറ്റി വേണം. അപ്പോൾ അതിനാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്. കട്ടിംഗ് ബോർഡ് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ചു നേരം നല്ലോണം ക്ലീൻ ചെയ്യണം. അത്രയെങ്കിലും കട്ടിംഗ് ബോർഡിനെ നമ്മൾ സൂക്ഷിക്കണം. കാരണം അതൊരു ടോക്സിൻ വരുന്ന, ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ. ഞാൻ വേറെ വലിയ എവറസ്റ്റ് കൊടുമുടി പോയിട്ട് ഒന്നും ചെയ്യണം എന്നൊന്നും പറയണില്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിലും ഈ എന്താ പറയുക, കട്ടിംഗ് ബോർഡിനും എല്ലാം വേറെ വേറെ വെക്കുക. നോൺ വെജിന് വേറെ, വെജിന് വേറെ, ആക്ച്വലി ഫ്രൂട്ട്സിന് വരെ വേറെ വെക്കണം എന്നാ പറയാ. കാരണം ഇതിന്റെയൊക്കെ pH ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി വേറൊരു സാധനമാണ് അലുമിനിയം ഫോയിൽ. കഴിവതും വീട്ടിൽ അത് കയറ്റാതിരിക്കുക. അലുമിനിയം ഫോയിലിൽ പാക്ക് ചെയ്ത് വെക്കുക, അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞു കൊടുക്കുക. അതൊക്കെ ഒരു പരിധി വരെ ഓക്കെ. ഇനി അലുമിനിയം ഫോയിൽ ചുറ്റി വെച്ചിട്ട് ഇറച്ചിയൊക്കെ ചുട്ടെടുക്കുന്ന പരിപാടിയുണ്ട്. ബാർബിക്യൂ എന്നാന്ന് തോന്നുന്നു അതിന്റെ പേര്. അതില്ലേ, അതിന്റെ പേര് അങ്ങനെയാ തോന്നുന്നു, എന്തോ ആണ്. ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന സംഭവം. അതിനകത്ത് കുറെ നാരങ്ങ ഒഴിക്കുക, അപ്പൊ ആസിഡായി. എന്നിട്ട് ഇതെല്ലാം കൂടെ പൊതിഞ്ഞു വെച്ചിട്ട് ഈ അലുമിനിയത്തുമായിട്ട് ഇത് റിയാക്റ്റും ചെയ്യും. എന്നിട്ട് അതിനൊരു പ്രത്യേക വിഷത്തിന്റെ ഒരു ടേസ്റ്റ് വരും. അത് തിന്നാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളത് തിന്നുകയും ചെയ്യും. അതായോ, പ്രശ്നമായോ അത്? അതാണ് അലുമിനിയം ഫോയിൽ. അലുമിനിയം ഫോയിൽ ഭയങ്കര ടോക്സിൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈവൻ അലുമിനിയത്തിന്റെ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാല് ശരീരത്തിൽ മേജർ ആയിട്ടുള്ള 2 അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ്. ഒന്ന്, മെയിൻ ആയിട്ടുള്ള സാധനം ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന സംഭവം. നമ്മുടെ എല്ല് പൊടിഞ്ഞു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഓട്ട വീഴുന്നു എന്ന് കരുതുക. എല്ലിന്റെ ആ ഡെൻസിറ്റി കുറഞ്ഞു പോകുന്ന ഓസ്റ്റിയോപോറോസിസിന് അലുമിനിയം ടോക്സിസിറ്റി വലിയൊരു കാരണമാണ്.
നമ്മൾ ഒന്ന് അലുമിനിയം ഫോയിലാണ്. ഇനി രണ്ടാമത്തെ അസുഖം എന്ന് പറയുന്നത് മെമ്മറി ലോസ്, ഓർമ്മക്കുറവ്. പണ്ടത്തെ ആൾക്കാരെ കമ്പയർ ചെയ്ത് നോക്കൂ, ഇന്നത്തെ ആൾക്കാർക്ക് ഓർമ്മക്കുറവ് എത്രത്തോളം കൂടുതലാണ്. ഇന്ന് കുട്ടികൾക്ക് വരെ ഓർമ്മക്കുറവാണ്. ഇനി അതിന് വേറൊരു വലിയൊരു ഫാക്ടർ വന്നിട്ടുണ്ട്. ആരാന്നറിയോ? കോവിഡിന് ശേഷം ഇങ്ങോട്ടേക്ക് ഓർമ്മക്കുറവ് വളരെ എന്താ പറയുക, കോമൺ ആയിട്ട് ഓർമ്മക്കുറവാണ്. അതിനെപ്പറ്റി പഠനങ്ങൾ നടക്കുന്നേ ഉള്ളൂ. നന്നായിട്ട് ഓർമ്മക്കുറവുണ്ട്. അതൊരു സൈഡ്, നമ്മൾ അതിലേക്ക് പോകണ്ട. ബട്ട് സ്റ്റിൽ ഈ അലുമിനിയത്തിന് ഇങ്ങനെ ഒരു ടോക്സിസിറ്റി ഉണ്ട്. അതിന്റെ കൂട്ടത്തിലുള്ള ഒരു സാധനമാണ് അലുമിനിയത്തിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഫോയിൽ മാത്രമല്ല നോൺ സ്റ്റിക് പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് വേണ്ടെന്നല്ല, ഞാനൊക്കെ നോൺ സ്റ്റിക് പാത്രം യൂസ് ചെയ്യുന്നത്. ഈ നോൺ സ്റ്റിക് പാത്രത്തിലെ കോട്ടിംഗ് പോയി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്നത് അലുമിനിയാണ്. സോ നമ്മൾ അതിൽ പാചകം ചെയ്ത് വരുമ്പോൾ, പണ്ടത്തെ കാലത്ത് അലുമിനിയം യൂസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്, ഇല്ല എന്നല്ല, പക്ഷെ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത് അലുമിനിയത്തിന് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. സോ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാം, മൺചട്ടികൾ ഉപയോഗിക്കാം, ഇതെല്ലാം പ്രശ്നമല്ല. പക്ഷെ നോൺ സ്റ്റിക് ഒക്കെ ക്രീസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റി വേറെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലത്തെ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കുക. നമ്മൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് അത് ഉപയോഗിക്കുന്ന അനുസരിച്ച് ഇതിന്റെ അവൈലബിലിറ്റി കൂടും. ഇന്ന് പല സാധനം നമുക്ക് അവൈലബിൾ അല്ല, കിട്ടാൻ പ്രയാസമാണ്. ബട്ട് നമ്മൾ കൂടുതലായിട്ട് ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതൊക്കെ അവൈലബിൾ ആവുകയും ചെയ്യും, വില കുറയുകയും ചെയ്യും. ഇന്ന് ഈ അധികം അവൈലബിൾ അല്ലാത്ത സാധനത്തിനൊക്കെ വില കൂടുതലാണ്. പക്ഷെ നാളത്തേക്ക് അതൊന്നും പ്രശ്നം വരില്ല. നമ്മളെല്ലാവരും അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിലും നല്ല വ്യത്യാസം വരും. അതാണ് അലുമിനിയം ഫോയിലിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. അതും കഴിവതും ഉപയോഗിക്കാതിരിക്കാം. പ്ലാസ്റ്റിക് ഒരു വലിയ സംഭവമാണ്, പ്ലാസ്റ്റിക്കിലേക്ക് ഞാൻ വരാം. ഇനി ഒരു ചെറിയ സംഭവമുണ്ട്. രാവിലെ എണീറ്റ 100 തവണ തുമ്മി ഡോക്ടറെ, ഒരു രക്ഷയില്ല. മൂക്ക് പറഞ്ഞു പോകുന്ന പോലെ തുമ്മിയിട്ടാണ് എണീറ്റ് വരിക. രാവിലെ എണീറ്റാ മതി എന്ന് പറയും. അതിന്റെ മെയിൻ വില്ലൻ ആരറിയാം? നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. അലർജിക്ക് എല്ലാം ഒരു പ്രശ്നം എന്നല്ല ഞാൻ പറയണേ. മെയിൻ ആയിട്ടുള്ള ഒരു സാധനം നമ്മളുടെ തലേണ, പില്ലോ. നമ്മൾ പില്ലോ കവർ മാറ്റും, എല്ലാവരും പില്ലോ കവർ മാറ്റും. പക്ഷെ പില്ലോ മാറ്റാറുണ്ടോ? പില്ലോ വാഷ് ചെയ്യാറുണ്ടോ? ഇപ്പൊ വാഷബിൾ ആയിട്ടുള്ള പില്ലോ വരും, മാക്സിമം അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ അലർജി ഉണ്ടാക്കുന്നതിന് വലിയൊരു ഫാക്ടർ പില്ലോ ആണ്. അതിനകത്ത് പല അലർജൻസും നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് നമ്മൾ കാണാണ്ട്. കുപ്പിയുടെ വെള്ളം വെക്കലൊക്കെ അപകടം തന്നെയാണ്. പിന്നെ അപ്പം പില്ലോയിൽ നിന്ന് വരുന്ന ആ ഒരു അലർജൻസ് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് എ സിയും അത് തന്നെയാണ്. എ സിയും കറക്റ്റ് ആയിട്ട് നമ്മൾ ഫിൽറ്റർ ഒക്കെ ക്ലീൻ ചെയ്തല്ല യൂസ് ചെയ്യുന്നെങ്കിലും നമുക്ക് ഈ പറഞ്ഞ തുമ്മലൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഈ അലർജി ഉള്ളവരെ ശ്രദ്ധിച്ചാൽ അവർ കുറേം കൂടി കെയർഫുൾ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന പില്ലോ വെയിലത്ത് ഉണക്കുക, പറ്റുമെങ്കിലും വാഷ് ചെയ്യുക. കുറച്ച് നാള് കഴിഞ്ഞാൽ പില്ലോ ഇങ്ങനെ എന്താ പറയുക, കണ്ട പട്ടി പോലും വെള്ളം കുടിക്കാത്ത രീതിയിലായാലും ആ പില്ലോയിൽ കവർ ഇട്ട് ചിലവർ ഉപയോഗിക്കുന്നതാണ്. ചില സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങനെ മോശം അവസ്ഥയിലായാലും ആ പില്ലോ എടുത്ത് കളയൂല. കാരണം നമ്മളെ തലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ രാത്രി ചിലപ്പം വേർപ്പ് ഇറങ്ങി വരാം, പല പല സെക്രീഷൻസ് ഉണ്ടാവും. ഇതൊക്കെ തലേന്ന് വരും, നമ്മളുടെ ശരീരമായിട്ട് ചേർന്ന് കിടക്കുകയാണ് പില്ലോ. ഇതിങ്ങനെ കിടക്കും, പല പല സംഭവങ്ങൾ പില്ലോയിൽ വീഴും. ഇതെല്ലാം അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കും. ഒരു കവർ മാറ്റിക്കൊണ്ടേയിരിക്കും. തുറന്ന തീർന്നു കഥ. അങ്ങനത്തെ പില്ലോ ആണ്. അങ്ങനെ പില്ലോ വെക്കരുത്. പില്ലോ കുറച്ച് നാൾ കഴിഞ്ഞാൽ മാറ്റണം, വെയിലത്തുണക്കണം, പില്ലോ വാഷ് ചെയ്യണം. അലർജൻ ഈസ് അനദർ കൈൻഡ് ഓഫ് ടോക്സിൻസ് ആണ്. നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അലർജി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പലപ്പോഴും ഇത് കേട്ടിട്ട് ഡോക്ടർ പറഞ്ഞു അലർജിയുടെ കാരണം പില്ലോ ആണ് എന്ന് ആരും പറയരുത്. ഞാൻ കാരണങ്ങൾ, വീട്ടിലെ ചില കാര്യങ്ങൾ എടുത്തു കളയാനാണ് പറയുന്നത്. ഇതിനൊക്കെ വേറെയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനപ്പോ വേറെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പറയാം അത്രേ ഉള്ളൂ വിവരം, അതാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. ഇതിനും ഇതൊക്കെ ഒരു കാരണമാണെന്ന് മാത്രം മനസ്സിലാക്കാൻ പറയാണ്. പിന്നെ അടുത്ത മെയിൻ സാധനം പ്ലാസ്റ്റിക്. അതിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക്കില് 7 തരം നമ്പേഴ്സ് കാണാം. 1 2 3 4 5 6 7. അതിലൊന്നും മനസ്സിലാക്കുക, ആ പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യാനോ വെള്ളം എടുക്കാനോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, കുപ്പിയിൽ നേരത്തെ വെള്ളം ചോദിച്ച പോലെ 2 4 5 2 4 5 എന്ന് നമ്പർ ഇട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളാണെങ്കിൽ നമുക്ക് തണുത്ത സാധനങ്ങൾ, ചൂടില്ലാത്തവ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാം. 2 4 5. പക്ഷെ ചൂടുള്ളവ അതിൽ വെക്കാൻ പാടില്ല. അതുപോലെ 1 അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ ആ പാത്രങ്ങൾ ഉപയോഗിക്കാനും പാടില്ല. മാക്സിമം 1 വർഷം, ഇനി അതിലും പോയ 2, അതിന്റെ അപ്പുറത്തേക്ക് ആ പാത്രങ്ങൾ ഉപയോഗിക്കരുത്. 3 6 ഒരു കാരണവശാലും ആഹാര സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് വെക്കരുത്. 3 6.
ചൂടുള്ളത് ഒന്നും തന്നെ പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കരുത്. 3ഉം 6ഉം ആഹാര സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് വെക്കരുത്. 1ഉം 7ഉം ആണെങ്കിൽ നമുക്ക് ഒറ്റത്തവണ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനം ഒറ്റത്തവണ ഉപയോഗിച്ച് കളയുന്നതാണ് 1ഉം 7ഉം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വീട്ടിൽ വെക്കാമെന്ന് വെക്കുന്നത് 2, 4, 7 ആണ്. അപ്പൊ നമ്മളുടെ ഫുഡിനെ സ്റ്റോർ ചെയ്യാവുന്ന പല പ്ലാസ്റ്റിക് സാധനങ്ങളും ഈ 2, 4, 5 കാറ്റഗറിയിലാണ് വരിക. അപ്പൊ അതിന് നമുക്ക് ഇത്ര കാലമേ ഉള്ളൂ. വോയിസ് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആ പറഞ്ഞ VSK എന്നാണ് കിടക്കുന്നത്, അറിയില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് കയ്യിൽ കരുതുക, പറ്റുമെങ്കിൽ ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക. അങ്ങനെ ഇപ്പൊ കുറെ പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്നാലും ഞാൻ എന്റെ വക ഒന്ന് പുട്ടിന് പീര ഇടുന്ന പോലെ, മീൻസ് അരിപ്പൊടിയിൽ പീര ഇട്ട് പുട്ടുണ്ടാക്കുന്ന പോലെ ഞാൻ എന്റെ കൂടെ ഒന്ന് തള്ളി തന്നതാണ്. അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഇപ്പൊ ഞാൻ ഈ കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണലി നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ എന്താ നോക്കുക. അതാണ് അടുത്തത് മെയിൻ ആയിട്ടുള്ളത്. ആന്റി ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആന്റി ന്യൂട്രിയൻസിനകത്ത് വരുന്ന സംഭവങ്ങൾ ആരൊക്കെയാണെന്നറിയോ? ആൽക്കഹോൾ. അപ്പൊ ഇവിടെ ഇപ്പൊ എല്ലാവരും പറയാം, ഇപ്പൊ ഇവിടെ ആരാ കുടിക്കുന്നത്? ആരും കുടിക്കുന്നില്ല. ചായ, കാപ്പി, ഇതൊക്കെ ആന്റി ന്യൂട്രിയൻസ് ആണ്. അപ്പൊ ഈ ക്ലാസ്സിൽ ഇപ്പൊ തന്നെ ചിലർ പറഞ്ഞു ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നില്ല, ചായയും കാപ്പിയും കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അങ്ങനെയല്ല കേട്ടോ. 4, 5, 6, 7, 8 ഗ്ലാസ് കാപ്പിയും ചായയൊക്കെ കുടിക്കുന്നവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ആന്റി ന്യൂട്രിയൻസ് ആണ്. ലളിതമായ മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, അല്പസ്വല്പം മദ്യപിക്കേണ്ടവർക്ക് മദ്യപിക്കുകയും ആവാം. അതിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇതൊന്നും അമിതമാകരുത്. ആന്റി ന്യൂട്രിയൻസ് കാറ്റഗറിയിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറഞ്ഞ, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ പാനീയങ്ങളുണ്ടല്ലോ, സിന്തറ്റിക് ആയിട്ടുള്ള പാനീയങ്ങൾ, അതിന് സിന്തറ്റിക് എന്താ പറയാ, ആ ലഘു പാനീയങ്ങൾ ടിൻഡായിട്ട് വാങ്ങുന്ന പാനീയങ്ങളിലൊക്കെ കാണുന്ന ഷുഗർ എന്ന് പറയുന്നത് ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. അതായത് HFCS എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മളൊരു സാധനം ഈ ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ടൊക്കെ ഉള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വാങ്ങുമ്പോൾ നോക്കുക, ഈ സാധനം ഉള്ളതാണെങ്കിൽ ഇത് വലിയ ആന്റി ന്യൂട്രിയൻ ആണ്. ഈ ആന്റി ന്യൂട്രിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലേക്കുള്ള ന്യൂട്രിയൻസിന്റെ ഇൻടേക്കിനെയും അബ്സോർപ്ഷനെയും ഒക്കെ കുറയ്ക്കുന്ന സാധനങ്ങളാണ് ആന്റി ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് ശരീരത്തിൽ ടോക്സിക് എലമെന്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അതാണ് ആന്റി ന്യൂട്രിയൻസിന്റെ പ്രത്യേകത. കോമൺ ആയിട്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അതാണ്, ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുകയാണ് ആന്റി ന്യൂട്രിയൻസ് ചെയ്യുക. അപ്പൊ ചായ കാപ്പിയൊക്കെ കുടിക്കാം, ലഘുവായിട്ട് വളരെ ലളിതമായിട്ട് ഒരു മോഡറേറ്റ് അളവിൽ എടുക്കാം. മദ്യത്തിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ. ഈ എടുക്കുന്ന സാധനത്തിനകത്ത് നമ്മൾ വെറുതെ വാങ്ങുമ്പോൾ ഈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉള്ളതാണെങ്കിൽ അതിനെ കഴിവതും ഒഴിവാക്കുക. അത് കുടിക്കാതിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. അപ്പോ എന്താണെന്നറിയോ, ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഇന്നത്തെ കാലത്ത് പല അസുഖങ്ങളിലും, മെയിൻ ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിലെ ഡയബറ്റിസ് ആയിക്കോട്ടെ, ഹൈ BP ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഒബിസിറ്റി, അമിതവണ്ണം, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതാണ് പറഞ്ഞത്, ലഘുപാനീയങ്ങളെല്ലാം തന്നെ ഇതെല്ലാം ഉണ്ടാക്കാനുള്ള വലിയൊരു കാരണം ഈ സംഭവമാണ്. ഏതാണ് ഞാൻ ഈ പറഞ്ഞ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. അപ്പം ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ ഒഴിവാക്കുക, ചായ കാപ്പിയൊക്കെ നന്നായിട്ട് കുറയ്ക്കുക. അടുത്തൊരു സംഭവം, നമ്മുടെ ഹെവി മെറ്റൽസ് എന്ന് പറയുന്ന നമ്മളുടെ മണ്ണില് ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഉണ്ട്. ഇപ്പൊ ഹെവി മെറ്റൽസിലേക്ക് വരുമ്പോൾ, ഈ ഹെവി മെറ്റൽസ് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വിഭാഗമാണ് സിദ്ധയും ആയുർവേദവും. പ്രത്യേകിച്ച് സിദ്ധയിൽ ഉപയോഗിക്കുന്നുണ്ട്, ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് സിദ്ധന്മാര് അതിനെ ശുദ്ധീകരിച്ചിട്ട് മരുന്നാക്കി, ഏറ്റവും നല്ല മരുന്നാക്കിയിട്ടാണ്. പഴനിയിലെ നവപാഷാണങ്ങൾ ഹെവി മെറ്റൽസ് ആണ്. നവപാഷാണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൺകണ്ട മരുന്നാണ്. അതൊക്കെ ശുദ്ധീകരിച്ച് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അതിനെ ശുദ്ധീകരിച്ച് മരുന്നായിട്ട് ഉപയോഗിക്കും. പക്ഷെ അത് റെഡി ആയിട്ട്, ഇപ്പോഴത്തെ സ്റ്റഡീസ് ഉണ്ട്, ലിപ്സ്റ്റിക്കിനകത്ത് ലെഡിന്റെ ടോക്സിസിറ്റി, ലെഡിന്റെ കണ്ടന്റ് കൂടുതലാണ്. അത് ലെഡ് ശുദ്ധീകരിച്ച് മരുന്നാക്കിയിട്ടുള്ളതല്ല, അത് പൂർണ്ണമായും ലെഡാണ്. അല്ലെങ്കിൽ ആർസനിക്, അല്ലെങ്കിൽ മെർക്കുറി, ഇതിന്റെയൊക്കെ അംശം എവിടെയുണ്ടെന്ന് അറിയോ? മണ്ണിൽ പല സ്ഥലത്തും കാണുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ ദിവസവും പോയിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മണ്ണ് എടുത്തുകൊണ്ട് ഒരു സോയിൽ ടെസ്റ്റിംഗ് ലാബ് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. നമ്മൾ എവിടുന്നാ നമ്മൾ കഴിക്കുന്ന ആഹാരം എവിടുന്നാ വരുന്നത്, ഏത് മണ്ണെന്നാ വരുന്നത്? അവരുപയോഗിക്കുന്ന കീടനാശിനികൾക്കകത്ത് എന്തെല്ലാം സാധനം ടോക്സിൻസ് വരുന്നുണ്ട്, കെമിക്കൽസ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കഴിച്ചല്ലേ പറ്റൂ. നാളെ നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ എന്റെ വീട്ടിൽ എന്റെ വയലിൽ ഉൽപ്പാദിപ്പിച്ച നെല്ല് വെച്ചിട്ടുള്ള ചോറേ ഞാൻ തിന്നുള്ളൂ, ഞാൻ അവിടെ ഉൽപ്പാദിപ്പിച്ച ഗോതമ്പ് വെച്ചിട്ട് ചപ്പാത്തി കഴിക്കുള്ളൂ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമുക്ക് വാങ്ങണം. നമ്മൾ പുറമേയുള്ള സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ അകത്ത് കയറുന്നുള്ളത് 100% ഉറപ്പാണ്. ആ അകത്ത് കയറിയ സാധനങ്ങളെ പുറന്തള്ളാൻ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫാക്ട്.
അതാണ് ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകതയും എന്ന് പറയുന്നത്. സോ ഈ ഹെവി മെറ്റൽസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഏറ്റവും നല്ല മെഡിസിൻ ആക്കിയാൽ ഏറ്റവും നല്ല മെഡിസിൻ ആക്കാനുള്ള പ്രോസസ്സുകൾ പണ്ടത്തെ സിദ്ധന്മാരും ആചാര്യന്മാരും കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അത് മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വലിയ വലിയ രോഗങ്ങൾക്കുള്ള അത്രയും പ്രധാനപ്പെട്ട മരുന്നുകളാണ് അവ. അവയ്ക്ക് യാതൊരു ദോഷവും അങ്ങനെ വരുമ്പോ കൃത്യമായ പഥ്യത്തോടെ കഴിച്ചാൽ വരില്ല, ഒരു ദോഷവും വരില്ല. ഇതൊന്നും അറിയാണ്ട് ഈ സാധനം ഉള്ളിൽ പോകുമ്പോൾ എന്ത് പറ്റും? ഡയറക്റ്റ് ആയിട്ട് മെഡിസിൻ അല്ലാതെ അത് അകത്ത് പോകുമ്പോഴാണ്, അതായത് അതിന്റെ ശുദ്ധമായ ഫോമിൽ അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ല. മണ്ണിൽ നിന്ന് പച്ചക്കറികളിലും ഒക്കെ ധാരാളമായിട്ട് പച്ചക്കറികളിൽ ഇതിന്റെ അംശം കാണുന്നുണ്ട്. നമ്മൾ വെറുതെ നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പലരുടെയും ബ്ലഡിനകത്തൊക്കെ ഹെവി മെറ്റൽസിന്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പൊ ആദ്യമേ അലോപ്പതി ഡോക്ടേഴ്സ് ചോദിക്കും, ഞാൻ കുറ്റം പറയല്ല, ചോദിക്കും നിങ്ങൾ ആയുർവേദ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഇതുവരെ ജീവിതത്തിൽ ആയുർവേദ മരുന്ന് കഴിക്കാത്ത ആൾ പറയും ഇല്ലല്ല ഇല്ല, നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറയും. കാരണം എല്ലാത്തിനും അതിലേക്ക് കടത്തും. ഒരിക്കലും മെഡിസിൻസിനകത്ത് ഇവയെ ഡയറക്ട്ലി യൂസ് ചെയ്യില്ല. അതിന് ശുദ്ധീകരണ പ്രക്രിയകളുണ്ട്, അതില്ലാണ്ട് ഒരു മരുന്നിലും അത് ഉപയോഗിക്കില്ല. അപ്പോ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഇന്ന് കൂടുതലാണ്. ഇന്നത്തെ സ്റ്റഡീസിൽ നമ്മുടെ ശരീരത്തിൽ ഹെവി മെറ്റൽസിന്റെ അളവ് കൂടുതലാണ്. അതും പലപ്പോഴും നമുക്ക് നമ്മുടെ മെയിൻ അവയവങ്ങളായ കിഡ്നിക്കും ലിവറിനും ഒക്കെ തന്നെ തകരാറുണ്ടാക്കുന്നുണ്ട്, നെർവസ് സിസ്റ്റത്തിന് തകരാറുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി മറ്റൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് പറഞ്ഞാൽ നമ്മുടെ രോഗം പരത്തുന്ന ബാക്ടീരിയ, ഫംഗസ്, വൈറസസ്, വാട്ട് എവർ ഇറ്റ് ഇസ്, ഇതിനെ എല്ലാം തന്നെ പുറമെ നിന്ന് കഴിഞ്ഞാൽ അവയൊക്കെ ഓർഗാനിസംസ് ആണ്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് കയറിയാൽ നമുക്കത് ആരായി മാറി? അത് ഓർഗാനിസം അല്ല, അത് നമ്മളുടെ ടോക്സിൻ ആണ്, നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ ആണ്. കോവിഡ്, കൊറോണ വൈറസ്, അത് പുറത്തു നിന്നപ്പോ വൈറസ് ആണ്, പക്ഷെ നമ്മുടെ അകത്ത് അത് ടോക്സിൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്തൊരു ഫോറിൻ ഒബ്ജക്റ്റ് കയറിക്കോ അതൊക്കെ നമുക്ക് ടോക്സിൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങളും നമ്മുടെ ശരീരത്തിൽ കയറും. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, സ്ക്രീനിങ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്റെ ശരീരത്തിലേക്ക് ഒരു ബാക്ടീരിയ കയറി, ഞാൻ ആ ബാക്ടീരിയ ഇപ്പൊ വെടിവെച്ചു കൊല്ലും. ഇപ്പുറത്തെ കൂടെ ഒരു ഫംഗസ് കയറി, ഇങ്ങനെ നോക്കാൻ നമുക്ക് പറ്റൂല. നോക്കിയാലും കാണുകയില്ല. അതൊന്നും കണ്ടുപിടിക്കാനുള്ള സിസ്റ്റവും ഇല്ല. അപ്പൊ ഇതൊക്കെ കേറുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം അങ്ങനെയാണ് നമ്മളുടെ പ്രകൃതി ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ശരീരത്തിന്റെ വ്യവസ്ഥയും അങ്ങനെയാണ്. ഇവരെയൊക്കെ ഇങ്ങനെ വരൂ എന്റെ ശരീരത്തിലേക്ക് കയറിക്കോളൂ, കയറൂ, ഇതാ ഞാൻ ഇവിടെ തോള് വെച്ചുതരാം, കയറൂ, വേണമെങ്കിൽ എന്റെ കാല് പൊക്കി തരാം, കയറിക്കോളൂ, ഇങ്ങനെ പറഞ്ഞ് നമ്മളെല്ലാരും കയറ്റിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല, പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല. നമ്മൾ നമ്മളെ ശരീരത്തിനെ ശ്രദ്ധിക്കുന്നേ ഇല്ല. നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ വെളിയിൽ വരും, പക്ഷെ നമ്മൾ ശരീരത്തിന് എന്തെങ്കിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതേപോലുള്ള സാധനമാണ് മെറ്റബോളിക്. പലർക്കും ദേഷ്യം വരും. മിക്കവാറും ഈ ക്ലാസ് കഴിയുമ്പോൾ എന്നെ മിക്കവാറും അടിക്കും തോന്നുന്നുണ്ട് ആൾക്കാർ. കുഴപ്പമില്ല. മെറ്റബോളിക് വേസ്റ്റ്. പ്രകാശേട്ടന് ദേഷ്യം വരുന്നുണ്ടോ? പ്രകാശേട്ടാ, എനിക്ക് പ്രകാശേട്ടന്റെ മുഖ കാണുന്നത്. ശൈലേഷ് ചേച്ചി ആസ്വദിക്കുന്നുണ്ട്, അതിനകത്ത് കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്താണ് മെറ്റബോളിക് വേസ്റ്റ്? മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മലം, മൂത്രം പോലെയുള്ള ശരീരത്തിലെ വിസർജനങ്ങൾ ശരീരത്തിൽ കെട്ടിക്കിടക്കും. അതിൽ മെയിൻ ആയിട്ട് കെട്ടിക്കിടക്കുന്ന ആരാന്നറിയോ? മലം. ഒരുവിധം എല്ലാ രോഗികളും വന്നു കഴിഞ്ഞാൽ മലശോധന വളരെ മോശമാണ് എന്നിങ്ങനെ പറയും. താങ്ക് യു. ഓക്കെ, അപ്പം മലശോധന മോശമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. മലം കൂടുതലായിട്ട് വാദം ശരീരത്തിൽ കൂടുമ്പോഴാണ്, നമ്മുടെ സിസ്റ്റത്തിൽ വാദം കൂടുമ്പോൾ മലശോധന ബാധിക്കും. ഏറ്റവും ആദ്യം നമുക്ക് ശരീരത്തിൽ വാദം കൂടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ മലം കട്ടിയാവും, കോൺസ്റ്റിപ്പേഷനിലേക്ക് പോകും, നന്നായിട്ട് മലശോധന ഇല്ലാണ്ടാകും. ഈ സംഭവം മലശോധന കുറയുമ്പോൾ അല്ലെങ്കിൽ മലത്തിനെ നമ്മൾ പിടിച്ചു വെക്കുമ്പോൾ അതൊരു വലിയ വേസ്റ്റ്, ടോക്സിക് എലമെന്റ് ആയിട്ട് മാറും. ഇനി ഇത് നമ്മൾ റെഗുലർ ആയിട്ട് പോകുന്ന ആൾക്കാരിൽ പോലും വൻകുടലിലും ചെറുകുടലിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇതിന്റെ എന്താ പറയുക അംശങ്ങളുണ്ട്. നമുക്കൊരു ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നാച്ചുറോപ്പതിയിലും നമ്മൾ സിദ്ധയിലും ഒക്കെ ചെയ്യാറുണ്ട്. എനിമയൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോഴല്ലോ, കുറേ കാലം ഒന്നും ചെയ്യാതെ ആദ്യമായിട്ട് ഇത് നമ്മൾ മെഡിസിൻ വെച്ച് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്റെ അമ്മ, എന്റെ വയറ്റിലുണ്ടായിരുന്ന സാധനമാണോ, നമ്മളെ കണ്ണിങ്ങനെ തള്ളി വരും. അത്രയും സാധനം പുറത്തേക്ക് വരും. അത്ര ദുർഗന്ധത്തോടെയും കളറും മാറി വരും. അത്ര മോശമായിട്ടുള്ള സാധനം വരും. അതാണ് വൺസ് ഒക്കെ അത് ചെയ്തു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. സോ ഈ മലം നമ്മൾ കെട്ടിവെച്ചിരുന്നാൽ നമുക്ക് അതൊരു ടോക്സിനായി മാറും. മൂത്രം കൃത്യമായിട്ട് മൂത്രം ഒഴിച്ചിട്ടില്ലെങ്കിൽ അത് ശരീരത്തിൽ ടോക്സിൻസ് ഒരുപാട്, മൂത്രം പിടിച്ചു വെച്ചാൽ അതിനകത്ത് അനാവശ്യമായ പല സാധനങ്ങളും ഉണ്ടാവാൻ തുടങ്ങും. മൈക്രോ ഓർഗാനിസംസ് അല്ലാത്ത പല ഗ്യാസുകളും ഒക്കെ ഉണ്ടാവും അതിനകത്ത്. പല മീൻസ് നമുക്ക് ആവശ്യമില്ലാത്ത ക്ലാസ്.
സോ ഇതെല്ലാം തന്നെ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് ഇനി വേറൊരു സാധനം ബ്രീത്ത്, ശ്വാസം. നമ്മുടെ ശ്വാസത്തിൽ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു ടോക്സിൻ ആണ് ശരീരത്തിൽ, അല്ലെ? ഈ സാധനത്തിനെ നമ്മൾ പിടിച്ചു വെക്കുകയാണ് പലപ്പോഴും. നമുക്ക് ശ്വാസം എടുക്കാൻ പോലും സമയമില്ല. നമ്മളിങ്ങനെ ഏതെങ്കിലും വഴി കൂടെ ശ്വാസം വന്നു പോയാൽ പൊക്കോട്ടെ എന്നുള്ളതാണ്. നമ്മൾ അതിനെയൊന്നും അങ്ങനെയൊന്നും പുറത്ത് വിടില്ല, ഉള്ളിലോട്ടും കയറ്റി വിടില്ല, പുറത്തേക്കും വിടില്ല. നമുക്ക് അതിനൊക്കെ സമയം, എന്തൊരു ബുദ്ധിമുട്ടാണ്. മൂക്കിൽ കൂടെ ഇങ്ങനെ ശ്വാസം അകത്ത് പോയി ലെൻസ് ഒക്കെ ഇങ്ങനെ വികസിക്കണം, അപ്പൊ നെഞ്ചൊക്കെ ഇത്തിരി വികസിച്ച് വരണം. ഭയങ്കര പാടല്ലേ, എന്തൊക്കെ പ്രയാസം അതൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശ്വാസം എടുക്കാനും സമയമില്ല. അപ്പൊ നമ്മൾ ശ്വാസത്തിനെയും പൂർണ്ണമായ രീതിയിൽ അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നില്ല. സോ പുറത്തേക്ക് വിടാതെ ഉള്ളിൽ കിടക്കുന്ന ശ്വാസം എന്തായി മാറും? അതിനകത്തും ടോക്സിൻസ് ആയിട്ടുള്ള എസ്പെഷ്യലി കാർബൺ ഡൈ ഓക്സൈഡ്, കോമൺ ആയിട്ടുള്ള കാര്യം പറയാം, ഒരുപാട് ഉള്ളിലേക്കൊന്നും പോണ്ട. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കയറുന്നുണ്ട്. പിന്നെ പല കെമിക്കൽസ് നമ്മൾ അറിയാതെ നമ്മൾ എന്താ പറയുക, ഭക്ഷണത്തിൽ കൂടിയും പ്രിസർവേറ്റീവ്സ് ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളിൽ കൂടിയും പച്ചക്കറികളിൽ കൂടിയും ഒക്കെ എന്താണ് വരുന്നത്? ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇനി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്നുകൾ വാങ്ങി കഴിക്കും. ഏതൊരു മരുന്നും ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ, ഏത് സിസ്റ്റം എടുത്താലും ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് മരുന്ന് കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ മരുന്ന് കഴിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം എത്തിക്കണം. അപ്പൊ നമുക്ക് അധികം ആ മരുന്നുകളും ഒരു പരിധി കൂടുതൽ, നമുക്കൊരു സിസ്റ്റം ഉണ്ട്. നമ്മളൊരു 5 ദിവസം മരുന്ന് കഴിച്ച് കൂടുതൽ മരുന്ന് കൊടുക്കേണ്ടവരാണെങ്കിൽ നമ്മൾ 2 ദിവസം ഗ്യാപ്പ് ഇട്ട് വീണ്ടും, അങ്ങനെയാണ് സിദ്ധവൈദ്യത്തിൽ പറയുന്നത്. ഞാൻ മറ്റു സിസ്റ്റത്തിലെ കാര്യം എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മളുടെ അതുവരെ എന്തെങ്കിലും മരുന്നിൻ്റെതായ ഒരു അടിഞ്ഞുകൂടുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ബോഡി കറക്റ്റ് ചെയ്ത് വീണ്ടും ബോഡി ഓക്കെ ആവും, നമ്മൾ വീണ്ടും അടുത്ത മരുന്ന്. അപ്പൊ ശരീരത്തിൽ ഒന്നിന്റെയും അടിഞ്ഞുകൂടൽ നടക്കില്ല. പക്ഷെ ആ പ്രോസസ്സ് പോലും ഇന്ന് കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്നില്ല. ഈവൻ ഡോക്ടർമാർ പോലും ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ അലോപ്പതി മെഡിസിൻസ് ആയിക്കോട്ടെ, ഒരുപാട് കെമിക്കൽസ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് ചേരുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മളിങ്ങനെ വെളിയിൽ നിന്ന് മരുന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. ഏത് മരുന്ന് എടുത്താലും നമുക്കൊരു പരിധി വരെ മരുന്ന് ഇല്ലാണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതേപോലെയുള്ള ഒരു സാധനമാണ് ഇമോഷണൽ ടോക്സിൻസ് എന്ന് പറയും. ഇമോഷണൽ ടോക്സിൻസ് എന്താണെന്നറിയോ? നമ്മളുടെ ഇമോഷൻസ്. അതിനകത്ത് നമുക്ക് കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം, ഈ പറയുന്ന എല്ലാ വികാരങ്ങളും ഇമോഷണൽ ടോക്സിൻസ് ആയിട്ട് മാറും. നമ്മുടെ കാമം, ലസ്റ്റ്, ക്രോധം, ദേഷ്യം, പിന്നെ എല്ലാം ആയിക്കോട്ടെ, നമുക്ക് ഗ്രീഡ് വരിക, നമുക്ക് അസൂയ വരിക, കുശുമ്പ് വരിക, നമുക്ക് എന്താ പറയുന്ന ഫ്രസ്ട്രേഷൻ വരിക, ഈ പറയുന്ന സകല സാധനങ്ങളും നമ്മുടെ ഇമോഷണൽ ടോക്സിൻസ് ആയിട്ട് മാറുകയാണ്. നമുക്ക് അമിതമായ ഉത്കണ്ഠ ഉണ്ടാവുക. ഈ ഉത്കണ്ഠ ഉണ്ടാവുമ്പോൾ നമ്മുടെ തലച്ചോറിലും മറ്റ് നാഡീ വ്യവസ്ഥയിലുമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പല ഹോർമോണുകളും പല കാര്യങ്ങളും പിന്നീട് അത് അമിതമായിട്ട് അത് വന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? അമിതമായാൽ അമൃതും വിഷം. അത് നമ്മുടെ ശരീരത്തിലെ വിഷമായി മാറും. ഏത് സാധനം ആയിക്കോട്ടെ, ഇമോഷണലി നമുക്ക് ഉണ്ടാവുന്ന പല ടെൻഷനെയും ഉത്കണ്ഠകളെയും അതിനെയും ക്ലിയർ ചെയ്യണം. നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും നമ്മൾ ക്ലിയർ ചെയ്ത് പോയേ പറ്റൂ. ഇതും കൂടെ പോയാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ശരീരം ഒക്കെ ഓക്കെയാണ്, എന്റെ ശരീരം ഓക്കെ, പക്ഷെ എന്റെ മനസ്സിൽ ആകെ വിഷമാണ്, എനിക്ക് എന്നും ഉറക്കമില്ല. അതായത് മനസ്സുകൊണ്ട് നമ്മൾ ഡിപ്രഷനിൽ ഇരിക്കുകയാണ്, വിഷാദ രോഗത്തിലാണ്, അല്ലെങ്കിൽ ഉത്കണ്ഠയിലാണ്, അല്ലെങ്കിൽ പാരനോയ പോലത്തെ അസുഖങ്ങളുണ്ട്, വരാം, സപ്ലിമെന്റ്സിലേക്ക് വരാം. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മനസ്സും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, മനസ്സ് ചഞ്ചലപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു പ്രാധാന്യം പിന്നെ അവിടെ വരുന്നില്ല. മനസ്സ് ഓക്കെ ആയിരിക്കണം. ഇമോഷണൽ ടോക്സിൻസ് ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കും. മനസ്സ് കേടായി കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഇല്ലാത്ത അസുഖം വരും. ശരീരം കേടായാലും മനസ്സിന് പ്രശ്നമാണ്, ഇല്ലേ? ഇവ രണ്ടും മോശമായ നമ്മളുടെ ആത്മ എന്ന് പറയുന്ന സോൾ ഉണ്ടല്ലോ, നമ്മുടെ പ്രാണൻ ഉണ്ടല്ലോ, നമ്മുടെ ജീവൻ ഉണ്ടല്ലോ, ആ ജീവന് പിന്നെ എന്താ കാര്യമുള്ളത്? ഇങ്ങനെ ജീവനെ വലിച്ചോണ്ട് പോകുന്ന ശരീരവും വലിഞ്ഞോണ്ടാണ്, മനസ്സും വലിഞ്ഞോണ്ടാണെങ്കിൽ അതിന് പിന്നെ എന്താ നിലനിൽപ്പുള്ളത്? നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? എത്ര പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? എന്ത് ക്രിയകൾ ചെയ്തിട്ട് എന്താ കാര്യം? ഒന്നിനും കാര്യമില്ല. അപ്പോ അതൊരു മെയിൻ കാര്യം. ഇപ്പൊ എന്നോട് ചോദിച്ച സപ്ലിമെന്റ്സിന്റെ കാര്യം, ഞാൻ അതാണ് പറയാൻ വന്നത്. ഇവിടത്തെക്കാളും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ, US പോലത്തെ സ്ഥലത്ത് വൈറ്റമിൻ ക്രേവിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. വൈറ്റമിൻസ് കഴിക്കുക, സപ്ലിമെന്റ്സ് കഴിക്കുക. ആ സപ്ലിമെന്റ് ഞാൻ ഇന്ന് നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അവര് എന്റെ മുമ്പെന്ന് വേറൊരാളോട് പറയാണ്, ഇവിടെയുള്ളവരല്ല, തമിഴ്നാട്ടിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ്. അവര് പറയാണ്, എന്റെ മുമ്പിൽ നിന്ന് വേറൊരു വ്യക്തിയോട്, മോഡേൺ സൈഡാണ്, പക്ഷെ മോഡേൺ സൈഡിലെ ഡോക്ടേഴ്സ് അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ടേ ഇല്ല കേട്ടോ ഇന്ന് വരെ. കാരണം അവരെപ്പോഴും വൈറ്റമിൻസ് ഒന്നും അമിതമായിട്ട് കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഡോക്ടർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഞാൻ അപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങൾ അത് മാഗ്നീഷ്യം സപ്ലിമെന്റ് എടുത്തോ, വൈറ്റമിൻ D3 സപ്ലിമെന്റ് എടുത്തോ, B12 എടുത്തോ. ഞാനപ്പോ അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ എടുക്കുന്നത്? കാരണം നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ ഉത്പാദിപ്പിക്കുന്നുണ്ട്, പല സാധനം നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്.
ചില വൈറ്റമിൻസ് നമുക്ക് ഭക്ഷണത്തിൽ കൂടെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. നമുക്ക് കാൽഷ്യം കിട്ടുന്നുണ്ട്, മഗ്നീഷ്യം കിട്ടുന്നുണ്ട്. പല നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന നമ്മളിപ്പം നമ്മുടെ തനതായ രീതിയിലുള്ള ആഹാരം കഴിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ സാധനവും കിട്ടും. ഇന്നിപ്പം പൊതുവേ കാണുന്ന ഒരു സാധനം വൈറ്റമിൻ D3. വൈറ്റമിൻ ഇപ്പൊ സ്പൈറലിനെ കഴിക്കേണ്ട ആവശ്യം എന്താന്ന് ആലോചിച്ചിട്ട് അതിന് ആവശ്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ പോലെ. വെറുതെ ഇരിക്കുന്ന ആൾക്കാർ പറയും ഞാൻ വൈറ്റമിൻ D3 കഴിക്കുന്നു. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ? അത് കഴിഞ്ഞ വർഷം ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അത് ആ മാസം കഴിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ എല്ലാ മാസവും കഴിക്കും. അപ്പൊ ടോക്സിസിറ്റി ആയി ശരീരത്തില്. അതിനെന്താ പറയാ അറിയോ? അതിനും പറയാ വൈറ്റമിൻ ടോക്സിസിറ്റി. ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ടോക്സിനായി മാറി ശരീരത്തില്. അപ്പൊ വൈറ്റമിൻ D3 ഒരുപാട് പേർക്ക് കുറവാണ്. നമ്മൾ എന്താ പറയുക, അമിതമായ മാനസിക പ്രശ്നങ്ങളോ തലമുടി കൊഴിച്ചിലോ ശരീരത്തിലെ വേദനയോ നമ്മൾ അറിയാത്ത പല പല പ്രശ്നങ്ങളും നമുക്ക് വരുമ്പം ഒന്ന് വൈറ്റമിൻ D3 ചെക്ക് ചെയ്ത് നോക്കാൻ എല്ലാ പേഷ്യൻസിനോടും ഞാൻ പൊതുവേ പറയാറുണ്ട്. അപ്പൊ പലർക്കും വൈറ്റമിൻ D3 കുറവായിരിക്കും. അങ്ങനെയുള്ളവർ ഓക്കെ, നമുക്ക് സൂര്യനിൽ നിന്നുള്ള നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുന്നേ ഇല്ലല്ലോ. നമ്മളെപ്പോഴും ഇങ്ങനെ AC മുറിയിലിരിക്കുക അല്ലെങ്കിൽ മുറിക്കകത്തിരിക്കുക, പുറത്തേക്ക് ഇറങ്ങുകയില്ല. വെയിൽ കൊണ്ട് പ്രശ്നമാണ്. ആർക്കും വെയിൽ കൊള്ളാൻ സമയവുമില്ല, വെയിലുമില്ല. വെയിലുണ്ട്, വെയിലിനൊരു കുറവില്ല. നമുക്ക് വെയിലിനെ കാണാൻ താല്പര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോ വെയിൽ കൊണ്ടാലും നമ്മളെ ശരീരത്തിൽ ഇപ്പൊ വൈറ്റമിൻ D3 ഒന്നും ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല. അതും ഒരു വാസ്തവമാണ്. അങ്ങനെയാണ് നമ്മളെ ശരീരമൊക്കെ ഇപ്പം. അപ്പൊ കഴിക്കേണ്ടി വരും, ഇല്ലാന്ന് ഞാൻ പറയണില്ല. അപ്പോഴും ഞാൻ പറയും ഒരു മാസം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. ലാബ് ടെസ്റ്റിന് 1200 രൂപ എങ്ങാണ്ട് ആവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ അത് നോക്കാണ്ട് വീണ്ടും വീണ്ടും കഴിച്ചൂടാ. അപ്പൊ ഈ വൈറ്റമിൻസ് ഇങ്ങനെ തിന്നുക. മൾട്ടി വൈറ്റമിൻസ്, എന്തിന് മൾട്ടി വൈറ്റമിൻസ്? നമ്മൾ അത്യാവശ്യം ആഹാരമൊക്കെ കഴിച്ച് നന്നായിട്ട് പോകുന്നവരാണെങ്കിൽ വൈറ്റമിൻസിന്റെ ഒന്നും ആവശ്യമില്ല. അത് എന്തിനാണ് ഇങ്ങനെ വെറുതെ വൈറ്റമിൻസ്? കുറച്ച് വൈറ്റമിന്റെ എന്തെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ ഡോക്ടറെ അതങ്ങ് എഴുതിയാലോ. പല വൈറ്റമിൻസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്കറിയുന്ന ഒരാൾ പറഞ്ഞു അനിയത്തിക്ക് ഇങ്ങനെയൊക്കെ വേദനയൊക്കെ ഉണ്ട്, ഞാൻ കുറച്ച് വൈറ്റമിൻ സപ്ലിമെന്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാ, കുറവുണ്ടായിരുന്നു? ഇല്ല, വെറുതെ അതൊക്കെ കഴിച്ചപ്പോ നല്ല മാറ്റമുണ്ട് എന്നുണ്ട് പറഞ്ഞു. കോസ്മെറ്റിക് പ്രൊഡക്ട്സിനകത്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് ഇപ്പൊ പഠനങ്ങൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം വൈറ്റമിൻസ് എന്ന് പറയുന്ന സാധനം വെറുതെ കഴിക്കേണ്ടുന്ന സാധനമല്ല, അതും ടോക്സിൻസ് ആയിട്ട് മാറും. അതും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ടോക്സിൻസ് ശരീരത്തിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങള്, അമിതമായ ക്ഷീണം ഉണ്ടാവും നമുക്ക്. അതുകൊണ്ട് മാത്രം ആവണമെന്നില്ല, പക്ഷെ ശരീരത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അമിതമായ ക്ഷീണം, നമുക്ക് അമിതമായ മുടി കൊഴിച്ചില്, അതുപോലെ അവിടെ ഇവിടെയൊക്കെ കാരണമില്ലാത്ത വേദനകള്, വയറ് അസ്വസ്ഥാവും. ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള പല ടോക്സിൻസ് ഉള്ളിൽ കയറുമ്പോൾ വയറ് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയിലേക്ക് പോകും. ആദ്യം നമ്മുടെ മൂഡിന് ചേഞ്ചസ് വരും, മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് വരും. അതുപോലെ വെയിറ്റ് കൂടാം, വെയിറ്റ് കുറയാം. വെയിറ്റ് കൂടാൻ ചിലവർക്ക്, വെയിറ്റ് കുറയാൻ ചിലവർക്ക്. ഒബേസിറ്റി ഒക്കെ വരുന്നതൊക്കെ ഓരോരോ ഈ ടോക്സിൻസ് ഉള്ളിൽ കയറുമ്പോഴാണ്. അതുപോലെ ഈ ചെറുപ്പത്തിൽ തന്നെ ഗ്രേയിങ് ഓഫ് ഹെയർ വരുന്നതിനും അതൊരു കാരണമാണ്. കാൽഷ്യം ഇൻടേക്ക് ഡ്യൂറിങ്, ഡോക്ടർ കവിത, കാൽഷ്യം ഇൻടേക്ക് ഡ്യൂറിങ് ബ്രസ്റ്റ് ഫീഡിങ് ഈസ് ഇറ്റ് മാൻഡേറ്ററി? നമ്മൾ നല്ല കറക്റ്റ് ആയിട്ട് ഫുഡെല്ലാം എടുക്കുന്നുണ്ട്, ആ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഡയറ്റിലൊക്കെയാണ് കറക്റ്റ് പോകുന്നതെങ്കിൽ ഞാനൊന്നും മരുന്ന് കഴിച്ചിട്ടില്ല സീരിയസ്ലി പറയുകയാണെങ്കിൽ ആ സമയത്തൊന്നും. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് അതൊക്കെ ചെയ്യാമെങ്കിൽ, പണ്ടത്തെ കാലത്ത് എത്ര പേരാ കാൽഷ്യം കഴിച്ചിട്ട് പ്രസവിച്ചിട്ടും പാല് കൂട്ടിയിട്ടുള്ളത്? നമ്മുടെ ആഹാരം കൃത്യമായിട്ട് പ്രോപ്പർ ആക്കിയാൽ തന്നെ പറ്റും. പക്ഷെ ഇതൊന്നും ചെയ്യാത്തവര് സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരും കേട്ടോ. ആഹാരത്തിൽ പ്രോപ്പറായിട്ട് അതിൻ്റെതായ രീതിയിലുള്ള ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല വെച്ചാൽ സപ്ലിമെന്റ് എടുക്കേണ്ടി വരും. അപ്പം ആ പ്രസവ സമയം അല്ലെങ്കിൽ ഗർഭകാലം ഒക്കെ നമുക്ക് അതിന് എക്സെപ്ഷണൽ കേസസ് ആണ്, സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. ബാക്കി കണ്ടീഷൻസിലൊക്കെ നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഓർഗൻസിന്റെ പ്രത്യേകത എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മൾ ഇനി 5 ഓർഗൻസിനെ പറ്റി പറഞ്ഞു. എന്തിനാണ് ഇവയെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? പഞ്ചശുദ്ധി 5 ഓർഗൻസിനെയാണ് ബേസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓർഗൻസിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന ടോക്സിൻസ് ഒക്കെ കയറിയെന്നിരിക്കട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർഡിയാക് സിസ്റ്റം അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. നമ്മുടെ ശരീരത്തിലേക്ക് ഇത്തരത്തിലുള്ള ടോക്സിൻസ് കയറുമ്പം അവ ഏറ്റവും ആദ്യം റിഫ്ലക്ട് ചെയ്യുന്നത് സർക്കുലേറ്ററി സിസ്റ്റത്തിലാണ്. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ടോക്സിൻസ് ഉണ്ട്. അപ്പൊ ബ്ലഡിൽ കൂടെ അല്ലെങ്കിൽ അത് കലർന്നു വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. അതിൻ്റെതായ ചില ചേഞ്ചസ് ബോഡിയിൽ കാണിക്കും. നമ്മുടെ നെർവസ് സിസ്റ്റമാണ് ഇതിങ്ങനെ ഒരു കേറിയിട്ടുണ്ട്, നമുക്ക് ഫൈറ്റ് ചെയ്യാനായിട്ടുണ്ട്, ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള സിഗ്നൽസ്, ഇമ്പൾസസ് കറക്റ്റ് ആയിട്ട് എത്തിക്കേണ്ട സ്ഥലത്തൊക്കെ എത്തിക്കുക. അതാണ് നാഡീ വ്യവസ്ഥയുടെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇവ രണ്ടുമാണ് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. അടുത്തതിലേക്ക് വരുമ്പോൾ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുക, അതല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയ നടത്തുന്നത് ലിവറാണ്. ഒരുപാട് ഓർഗൻസ് ഉണ്ട്, പക്ഷെ ലിവർ പ്രിഡോമിനന്റ് ആയിട്ട് ലിവറിന്റെ ഫംഗ്ഷനാണ് ഇത്തരത്തിൽ കയറി വരുന്ന സാധനങ്ങളെ. അപ്പൊ ലിവറിന് എന്തോരം പ്രത്യേകത ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ലിവർ ഇത്തരത്തിൽ കയറി വരുന്ന സാധനങ്ങളെ എന്ത് ചെയ്യും? നശിപ്പിക്കാനായിട്ട് ലിവർ ശ്രമിക്കും.
അടുത്ത സംഭവത്തിലേക്ക് ഇതിനെ പുറന്തള്ളണം. പുറന്തള്ളുന്ന മെയിൻ ഓർഗൻസ് ആണ് കിഡ്നി, അതുപോലെ നമ്മുടെ ലങ്സ്, അതുപോലെ സ്കിന്ന്. ഇവ മൂന്നും ഇപ്പൊ നമ്മുടെ ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ സ്കിന്നും പെടും ഇതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും. അപ്പൊ ഇവ മൂന്നും അതിനാണ് ഞാൻ ഈ 5 ഓർഗൻസിനെ കേന്ദ്രീകരിച്ച് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മള് എങ്ങനെയാണ് ഇതിനെ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓരോ നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ഭക്ഷണ കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഡീറ്റോക്സിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര പെർഫെക്റ്റ് ആയി വൃത്തിയായി എന്നാ പോട്ടെ, കുറച്ച് മറ്റു സാധനങ്ങളൊക്കെ തിന്നാൻ, കുറച്ച് ഗാർബേജുകളൊക്കെ എടുത്തു വെച്ചിട്ട് അതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് വീണ്ടും ഒരാഴ്ച വീണ്ടും നമുക്ക് ഡോക്ടറുടെ ഡീറ്റോക്സിഫിക്കേഷൻ ക്ലാസ്സിൽ കയറിയിട്ട് അതിന്റെ ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെ ചിന്തിക്കരുത്. എന്നിട്ട് വീണ്ടും പോയിട്ട് അതും ഇതൊക്കെ തിന്നുക. രാത്രി കുറെ സാധനം വെട്ടി വലിച്ച് തിന്നുമ്പോൾ ആലോചിക്കുക, നാളെ രാവിലെ പോയിട്ട് ലിവറിന്റെ ആ ക്ലാസ് ഇട്ടൊന്ന് കാണാം, എന്നിട്ട് അതിന്റെ ആ 40 മിനിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു മിതത്വത്തിലേക്ക് പോരണം. നമ്മുടെ ആഹാര രീതിയിലും ഒക്കെ ഒരു ശ്രദ്ധ. ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾക്കൊരു ശ്രദ്ധ വേണം കഴിക്കുന്ന ആഹാരത്തെ പറ്റി. ഇതൊക്കെ ചെയ്തിട്ട് തോന്നിയ പോലെ ജീവിക്കാനാണെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ ഒരു ശ്രദ്ധ കൊടുക്കുക എന്ന് വെച്ചാൽ തിന്നാതിരിക്കാനോ ഒന്നുമല്ല. ഇപ്പൊ ചിലവർ ചോദിക്കും, ഡോക്ടർ നല്ല ഡീറ്റോക്സ് ഡയറ്റ് എഴുതി തരുമോ എന്ന് ചോദിക്കും. ഞങ്ങൾ ഡീറ്റോക്സ് തെറാപ്പി ഇവിടെ ചെയ്യാറുണ്ട്, എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എനിമയൊക്കെ കൊടുത്ത് ചെയ്യുന്നത്. അപ്പൊ അതിന് 2 ദിവസം ലളിതമായ ആഹാരം, വയറൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട്, അപ്പൊ അതിന് ഞാൻ ഡീറ്റോക്സ് ഡയറ്റ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ദിവസം ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആ 5ന്റെ അന്ന് പേഷ്യൻസ് ഇട്ടിട്ട് പോകും. അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റൂല. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, നല്ല ഡയറ്റ് ഒക്കെ നോക്കാം. ഞാൻ അടുത്ത 1 മാസം ഇനി അങ്ങോട്ട് ഡയറ്റിങ്ങിലാണ്. ഞാൻ രാവിലെ ഇത്രേ കഴിക്കുള്ളൂ, ഞാൻ മുട്ടയുടെ 2 വെള്ളേ കഴിക്കുള്ളൂ, ഉച്ചയ്ക്ക് ഞാൻ ഇത്ര ചോറേ കഴിക്കുള്ളൂ, ഞാൻ മറ്റേത് കഴിക്കില്ല, ഇത് കഴിക്കില്ല, ഞാൻ കാപ്പി ചായ തൊടാനേ പോകുന്നില്ല, ഞാൻ രാത്രിയിൽ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ. ഇങ്ങനെ എത്ര ദിവസം ഒരാൾക്ക് പോകാൻ പറ്റും? നമ്മൾ പൊതുവേ മലയാളികൾക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ല ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ പുട്ടോ ഇടിയപ്പോ ഒക്കെ രാവിലെ കറിയൊക്കെ കൂട്ടി കഴിച്ച് ഉച്ചയാകുമ്പോൾ നല്ല ചെമ്പാവരി ചോറോ അല്ലെങ്കിൽ വെളുത്ത ചോറോ പച്ചരി ചോറ. എനിക്ക് തന്നെ വിശക്കുന്നു. ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്, പക്ഷെ വിശക്കുന്നുണ്ട്. എന്നിട്ട് കറിയൊക്കെ ഒഴിച്ച് മീനൊക്കെ ഉണ്ടെങ്കിൽ മീനൊക്കെ തിന്ന്, ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ കഴിച്ച് ഇങ്ങനെ തിന്ന് വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു ചായന്റെ കൂടെ എന്തെങ്കിലും എണ്ണ പലഹാരം വേണം. രാത്രി ആകുമ്പോൾ കഞ്ഞിയോ ചോറോ ചപ്പാത്തിയോ ഇതൊക്കെ കഴിക്കാണ്ട് പറ്റുമോ? ഒരുവിധം എല്ലാവരും ഇപ്പൊ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണ്ടേ? നമുക്ക് എത്ര ദിവസം ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡയറ്റ് നോക്കാൻ പറ്റും? നമ്മൾ നോക്കും, 1 മാസം നോക്കും, പോട്ടെ 2 മാസം, പിന്നെ മടുക്കും, നമ്മൾ വീണ്ടും പഴയതിലേക്ക് തന്നെ പോരും. അപ്പൊ നമ്മൾ പൂർവാധികം ഭംഗിയായിട്ട് ആ ഡയറ്റ് കീപ്പ് ചെയ്തതിനേക്കാളും മോശമായ അവസ്ഥയിലേക്ക് എത്തും. ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും, നിങ്ങൾ കഴിക്കാനുള്ളതൊക്കെ കഴിച്ചോ, മിതത്വം പാലിക്കുക, മോഡറേറ്റ് ആയിട്ട് കഴിക്കുക. രാവിലെ കഴിക്കുന്ന അളവ്, വിശപ്പുണ്ടെങ്കിൽ മാത്രം കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ രാവിലെ കുറച്ച് കഴിക്കുക. ഉച്ചയ്ക്ക് പിത്തം കൂടി നിൽക്കുന്ന സമയമുണ്ട്, അത്യാവശ്യം മീനും ഒക്കെ കഴിച്ചാലും ദഹനം നടക്കും. അപ്പൊ നിങ്ങൾ അത്യാവശ്യം കഴിച്ചോ. ഇനി പറ്റുമെങ്കിൽ വിശപ്പൊന്നും അധികം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം ലിക്വിഡ് ഡയറ്റ് ആക്കുക. 3 നേരത്തെ ആഹാരത്തിൽ 1 നേരം ലിക്വിഡ് ഡയറ്റ് ആക്കുക. വെയിറ്റ് ഒക്കെ കുറയണം എന്നുള്ളവര്. അതേ സമയത്ത് വെയിറ്റ് ഗെയിനിങ്ങിനുള്ളവരോട് ഞാൻ പറയും, നിങ്ങൾ 6 തവണയായിട്ട് ആഹാരം കഴിക്കൂ, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക. അല്ലാണ്ട് നമ്മൾ ഇതെല്ലാം ഇഡലി ഉഴുന്നും ഒക്കെ കഴിച്ചാൽ മന്ദതയാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി കൊണ്ടാണ്. അത് ഞാൻ സിദ്ധശരിയിൽ ക്ലാസ് എടുത്തിരുന്നു അതിനെ പറ്റിയിട്ട്. നമ്മുടെ ദഹന പ്രക്രിയയുടെയും നമ്മുടെ പ്രകൃതിയുടെയും പ്രശ്നമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ഭയങ്കര ഡയറ്റ് ഒക്കെ ഞാൻ എല്ലാവരും പറയും, അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭയങ്കര ഡയറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് മടുക്കും. എല്ലാവർക്കും ഒന്നും അത് പറ്റില്ല. അപ്പൊ നമുക്ക് പറ്റുന്ന പോലെ മിതത്വം പാലിക്കുക. ഇപ്പൊ അധികം മിതത്വം പാലിച്ചൊക്കെ പോയി നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വന്നു, ഒരു ഉച്ചയ്ക്ക് പോയിട്ട് നല്ലൊരു സദ്യ പോയി കഴിക്കുമ്പോൾ ഒന്നും പറ്റില്ല. ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് മൃഷ്ടാന ഭോജനം എല്ലാം വെട്ടി വിഴുങ്ങുക, എന്നിട്ട് സദ്യക്കും പോയി വെട്ടി വിഴുങ്ങി കഴിഞ്ഞാൽ നമ്മളെ ശരീരം ഒന്നിനും കൊള്ളൂല, നമുക്ക് ദഹിക്കാനൊന്നുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ രാത്രിയിൽ ഒരു 7:30 8 മണിക്ക് മുമ്പ് എല്ലാം കഴിച്ചു തീർക്കുക. പിന്നെ അതിന് ശേഷം ഒന്നും കഴിക്കരുത്. ഒരു 10 10:30-ക്കുള്ളിൽ ഉറങ്ങാൻ കിടക്കുക. അതിൽ നേരത്തെ കിടക്കുന്നവർ വളരെ നല്ല കുട്ടികൾ. അല്ലെങ്കിൽ ഒരു 10:30-ക്കുള്ളിൽ ഉറങ്ങാൻ കിടക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോൺ വാണ്ട് ദ ഫോർമർ. ആരെയാണ് റൈനൈറ്റിസ് ആൻഡ് പെറ്റ്സ്? എന്ത് പറ്റി റൈനൈറ്റിസും പെറ്റ്സും? ഓക്കെ ഓക്കെ, നോക്കാം. അപ്പൊ ഈ പറയുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊണ്ടുവരിക. അപ്പൊ ഈ ഫുഡിന്റെ കാര്യത്തിൽ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ആണ്. ബ്രീത്തിങ് എക്സസൈസും നമ്മൾ ഇവിടെ യോഗ ഇതെല്ലാം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഈ 3 രീതികൾ നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ശരീരം മുഴുവൻ പോകുന്നത്. ഞാൻ ഇടക്കിടയ്ക്ക് മുകളിലേക്ക് നോക്കുന്ന സമയം നോക്കുവാണ്. നിങ്ങൾക്കൊക്കെ ഉറക്കം വരുന്നുണ്ടാവും, ഞാൻ മാത്രം 1 വേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്ലാസ്സിന്റെ രീതി ഇങ്ങനെയാണ്. എനിക്ക് ഈ 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്താലേ നാളെ സെഷനിലേക്ക് കയറാൻ പറ്റുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ അങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോണേ. പോട്ടെ. നമ്മുടെ ശരീരം പഞ്ചഭൂതമയമാനത് എന്ന് തമിഴിൽ പറയും. പഞ്ചഭൂതമാണ് പ്രകൃതിയിലും നമ്മുടെ ശരീരത്തിലും ഉള്ളത്. പുറമെ എന്താണോ അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. സോ ഈ പഞ്ചഭൂതങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വാദം, പിത്തം, കഫം എന്ന് പറയുന്ന 3 പ്രകൃതി ശരീരത്തില് ആയുർവേദ വിധി പ്രകാരം, സിദ്ധ വിധി പ്രകാരം ഒക്കെ തന്നെ ഉള്ളത്. ഓക്കെ. അപ്പോ ഈ പഞ്ചഭൂതത്തില് വാദപ്രകൃതി എന്ന് പറയുന്നതിൽ പഞ്ചഭൂതത്തില് ആകാശവും വായുവും കൂടെ ചേർന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ചികിത്സ നിർണ്ണയിക്കുന്നത്. ശരീരത്തിൽ ഈ പറയുന്ന 5 സാധനമാണുള്ളത്. എന്താ പറയുന്നത്, നമ്മുടെ മണ്ണുണ്ട് ശരീരത്തിൽ. കട്ടിയുള്ള എല്ലാ ഭാഗങ്ങളും മൺഭൂതത്തിന്റെ പ്രതീകങ്ങളാണ്. നമ്മള് പൂജ ചെയ്യുന്നത്, നമ്മൾ വെളിയിൽ പൂജ ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മളൊരു ക്ഷേത്രത്തിലെ പൂജ ആയിക്കോട്ടെ, നമ്മുടെ പല ചടങ്ങുകളും പല കാര്യങ്ങളും പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന എലമെന്റ്സ് ആണ് ഇവയെല്ലാം, അല്ലെ? നമുക്ക് എവിടെയും പോയി സബ്റ്റിലല്ല, സൂക്ഷ്മതലത്തിലല്ല, അത് നമ്മുടെ മുന്നിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോ ശരീരത്തിൽ ഈ പറയുന്ന ആകാശവും വായുവും ചേർന്നതാണ് വാദപ്രകൃതി അല്ലെങ്കിൽ വാദം എന്ന് പറയുന്ന ഭാഗം. അതേപോലെ ചൂട്, അഗ്നിയും കുറച്ച് ജലവും ചേർന്നതാണ് നമ്മുടെ പിത്തം എന്ന് പറയുന്ന പ്രകൃതി. അതേപോലെ കഫം വരുമ്പോഴത്തേക്കും മണ്ണും നീരും, അതായത് മണ്ണും ജലവും ചേർന്നതാണ് കഫപ്രകൃതി എന്ന് പറയുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആയുർവേദമായിക്കോട്ടെ, സിദ്ധവൈദ്യമായിക്കോട്ടെ, ഇവയെല്ലാം നമ്മളുടെ ചികിത്സകളും രോഗനിർണയവും ഒക്കെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പം നമ്മൾ നാഡി പരിശോധിച്ചിട്ട് നമ്മുടെ പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കും. ഈ നാഡിയിൽ കൂടെ തന്നെയാണ് നാഡിയിൽ കൂടെ നമുക്ക് ഈ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നാഡിയുടെ ഇവിടെ നോക്കിയാൽ അറിയാം. ആചാര്യന്മാർ അതെല്ലാം പറഞ്ഞു വെച്ച് എഴുതി, കൃത്യമായ ശാസ്ത്രീയമായ പഠനത്തോടു കൂടി അവർ എഴുതി കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനെ വെല്ലുവിളിക്കാനാവില്ല, അത്രയും കൃത്യതയോടുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഈ നാഡിയിൽ തന്നെ നമ്മളുടെ വികൃതിയും അറിയാൻ പറ്റും. വികൃതി എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരം മാറിക്കിടക്കുന്ന അവസ്ഥ, ശരീരത്തിലെ രോഗാവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പെട്ടെന്ന് പറഞ്ഞു, വാദപ്രകൃതി ഉള്ളവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ ചെരുപ്പ് ഊരിയിടുമ്പം ഒരു ചെരുപ്പ് ഇവിടെയാണെങ്കിൽ മറ്റേ ചെരുപ്പ് അങ്ങായിരിക്കും കിടക്കുക. നമ്മൾ പടിയൊക്കെ കയറുകയാണെങ്കിൽ താഴത്തെ നിലയിൽ ഒരു ചെരുപ്പ് ഉണ്ടാവും, അടുത്ത 3 പടി കഴിഞ്ഞിട്ട് അടുത്ത ചെരുപ്പ് കിടപ്പുണ്ടാവും. അങ്ങനെയാണ് വാദപ്രകൃതി, പൊതുവേ വാദപ്രകൃതിയുടെ രീതി. പിത്തപ്രകൃതിക്കാര് 2 ചെരുപ്പിനെ അടുക്കി ഒരു സ്ഥലത്ത് വെക്കും. കഫപ്രകൃതിക്കാർക്ക് പിന്നെയും സംശയമാണ്, എന്റെ ചെരുപ്പ് ആരെങ്കിലും എടുത്തോണ്ട് പോവോ? വേണ്ട, അങ്ങനെ അമ്പലത്തിന്റെ അവിടെ കിട്ടു കഴിഞ്ഞാൽ വേറെ 3-4 ചെരുപ്പിന്റെ അടിയിലൊക്കെ തിരികെ കയറ്റും, ചെടിയുടെ ഇടയിലൊക്കെ കൊണ്ടുവയ്ക്കും. ആ ചെരുപ്പ് എടുത്ത് സൂക്ഷിച്ച് എവിടെയെങ്കിലും വെക്കും. അതെല്ലാം കഫപ്രകൃതിയുടെ ലക്ഷണമാണ്. ചില പൊതുവെ ആൾക്കാരിൽ 2 ദോഷങ്ങൾ, അതായത് ത്രിദോഷങ്ങൾ എന്നാണ് വാദപിത്ത കഫത്തിനെ അറിയപ്പെടുക. ഇവയിൽ ഏതെങ്കിലും 2 എണ്ണം ചേർന്നാണ് പൊതുവെ വരിക ആൾക്കാരിൽ. അപ്പൊ 2 ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പൊ ശരീരം നോക്കുകയാണെങ്കിൽ ഒരു ഫുള്ള് ഡ്രൈനെസ്, മുടിയൊക്കെ ഡ്രൈ ആയിട്ട്, ചുണ്ട് ഡ്രൈ ആയി, സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട്, കുറച്ച് മെലിഞ്ഞ് ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ വാദപ്രകൃതിയിലാണ് വരിക. പിത്തപ്രകൃതിയിൽ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു എല്ലാം ഇത്തിരി ചൂടൊക്കെ ശരീരത്തിൽ കൂടുതലായിരിക്കും. അവരുടെ കാഴ്ചശക്തിയൊക്കെ നല്ല കാഴ്ചശക്തി ഉണ്ടാവും അവർക്ക്. അതുപോലെ എല്ലാത്തിനും ഒരു സ്റ്റെഡിനെസ് ഉണ്ടാവും പിത്തപ്രകൃതിയിൽ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഇന്റലിജൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ആൾക്കാരിൽ വരിക. തനിപ്രകൃതിയായിട്ട് വരുന്നത് വളരെ കുറവാണ്, മിക്സിങ് ഉണ്ടാവും. കഫത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഉരുണ്ട പ്രകൃതമായിരിക്കും, കുറച്ചുകൂടി ഉരുണ്ടൊക്കെ ഇരിക്കും. കുറച്ച് എന്താ, പക്ഷെ എർത്ത് എലമെന്റ് എന്ന് പറയുന്ന മണ്ണിന്റെ എലമെന്റ് കൂടുതലുള്ളതുകൊണ്ട് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കുറച്ചൊരു അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ആൾക്കാരായിരിക്കും എല്ലാ കാര്യത്തിലും. ഈ കഫപ്രകൃതിയാണ് നമുക്ക് കോശങ്ങളെ ബിൽഡ് ചെയ്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവം. കഫം എന്ന് പറയുന്നത് കഫപ്രകൃതിയല്ല, കഫത്തിനാണ് ആ ഒരു സംഭവം ഉള്ളത്. സോ ഇതൊക്കെ പ്രകൃതിയാണെങ്കിൽ ഇവയിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകളാണ് വികൃതി എന്ന് പറയുന്നത്. ഇപ്പൊ വാദം കൂടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൈനസ് കൂടും, കോൺസ്റ്റിപ്പേഷൻ ആവും, ബ്ലോട്ടിംഗ് ഓഫ് അബ്ഡമൻ വരും. പിത്തം കൂടിക്കഴിഞ്ഞാൽ കണ്ണിന് എരിച്ചില്, മൂത്രം ചൂടാവും, വയറിന് ഭയങ്കര അസിഡിറ്റി ആയിരിക്കും പിത്തം കൂടിക്കഴിഞ്ഞാൽ. അപ്പൊ നോർമലായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇതൊക്കെ കൂടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഫമാണെങ്കിൽ കഫത്തിന് ഒരു നീര് വെച്ച പോലത്തെ ഒരു അവസ്ഥ, മന്ദത, നേരത്തെ പറഞ്ഞില്ലേ ഇഡലി കഴിച്ചാൽ മന്ദത. അപ്പൊ കഫപ്രകൃതിയിലേക്ക് വരുമ്പോഴത്തേക്കും കഫം ശരീരത്തിൽ ഇതായി നിൽക്കുമ്പോൾ ഒരു മന്ദതയിലേക്കോ ആകെ ഒരു നീരൊക്കെ വെച്ച് അത് വാദത്തിനും കൂടെ വരും. ആ കണ്ടീഷനിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ഇങ്ങനത്തെ വികൃതികളെ മാറ്റാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊതുവെ ഡീടോക്സിഫിക്കേഷൻ ചെയ്ത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന വികൃതിയെ കറക്റ്റ് ചെയ്യാനാണ് ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഡീടോക്സിഫിക്കേഷനിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ആദ്യം നമ്മൾ യോഗ ചെയ്യും. യോഗയിൽ പ്രത്യേകത എക്സസൈസസ് ആണ്. ഞാൻ യോഗയുടെ കാര്യം പറഞ്ഞു. പ്രധാനപ്പെട്ട് ഓരോ ഓർഗൻസിനും പ്രത്യേകം
ഇന്ന് ചെയ്തത് നാളെ ചെയ്യില്ല. എനിക്ക് ബോറടിക്കും എല്ലാ ദിവസവും ഒരേ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ. സീരിയസ് ആയിട്ട് എനിക്ക് ഇന്ന് ചെയ്തത് നാളെ ചെയ്ത് മറ്റന്നാളാകുമ്പോൾ എനിക്ക് അയ്യേന്നായി പോകും, ഭയങ്കര ബോറടിക്കും. അപ്പൊ ഞാൻ ഇന്ന് ചെയ്തത് നാളെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ സ്പൈനിന് വേണ്ടിയിട്ടുള്ള ആസനാസ് ആണ് ചെയ്യുന്നതെങ്കിൽ നാളെ നമ്മൾ ലിവറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക, മറ്റന്നാൾ കിഡ്നിക്ക് വേണ്ടി. ഇത് വീക്കിലി നമ്മൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ നട്ടലിന് വേണ്ടി മാറ്റിവെക്കും, എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ ലിവറിന് വേണ്ടി മാറ്റിവെക്കും, എല്ലാ ബുധനാഴ്ചയും ഇങ്ങനെ. ഇനി ഒരു ദിവസം പുറത്തു പോവുകയാണെങ്കിൽ ആ ദിവസം ചെയ്യാവുന്ന സൗണ്ട് ഉണ്ട്, ഹീലിംഗ് സൗണ്ടും അതുപോലെ മുദ്രയും നിങ്ങൾക്ക് വെളിയിലിരുന്ന് ചെയ്യാം, യോഗ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും. കഴിവതും ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ ഞാൻ ഇങ്ങനെ ലഘൂകരിക്കുക കേട്ടോ, ഞാൻ ആ ക്യാപ്സ്യൂളിലേക്ക് കൊണ്ടുവരാം, ഏറ്റവും എളുപ്പത്തിൽ വിഴുങ്ങാവുന്ന രീതിയിലേക്ക് പറഞ്ഞു തരികയാണ്. പിന്നെ ഇപ്പൊ ചിന്തിക്കേണ്ട അയ്യോ യോഗയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല ചിന്തിക്കേണ്ട. പല 5 മെത്തേഡായിട്ടാണ് ഞാൻ ഈ പഞ്ചശുദ്ധി, 5 ഓർഗൻസിനാണെങ്കിൽ 5 മെത്തേഡ്സും ഞാൻ പറയുന്നുണ്ട്. 5 മെത്തേഡ്സ് ഓഫ് ശുദ്ധീകരണങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം മുദ്ര തെറാപ്പിയാണ്, മുദ്ര വിത്ത് പ്രാണായാമ. അതില് മുദ്രകൾ എന്ന് പറയുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ നമ്മുടെ കയ്യിൽ അടക്കി വെച്ചിട്ടാണ് മുദ്രകൾ നിൽക്കുന്നത്. ഈ മുദ്രകൾ നമ്മുടെ കൈകളിൽ ഉണ്ടാവുന്ന പല പിടുത്തം, പല രീതിയിൽ മടക്കുകയും തിരിക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ കയ്യില് എനർജികളുടെ ഓട്ടത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം പഞ്ചഭൂതങ്ങളെ കറക്റ്റ് ചെയ്യാണ് നമ്മൾ മുദ്രയിൽ കൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഓർഗൻസിനെയും ക്ലെൻസ് ചെയ്യാനുള്ള മുദ്രകളുണ്ട്. ഇത് നമുക്ക് പ്രൈവറ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരു സെഷൻ ലാസ്റ്റ് വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പൊ ആ ദിവസം നമുക്ക് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം കേട്ടോ, ഇതുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ പറയാം, ലാസ്റ്റ് എന്റെ ഫോൺ നമ്പർ തരാം, അപ്പൊ ഒന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് വിളിച്ച് നമുക്ക് സംസാരിക്കാം ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെ അഡ്രസ് ചെയ്യാം. അപ്പം ഹസ്ത പ്രാണായാമം, ഹസ്തമുദ്രയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഹസ്ത എന്ന് പറയുമ്പോൾ കയ്യിൽ മുദ്രകൾ, കഴുത്തുകൊണ്ടുള്ള മുദ്രയുണ്ട്, ശരീരം കൊണ്ടുള്ള മുദ്രകളുണ്ട്, കൈകൾ കൊണ്ടുള്ള മുദ്ര മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എളുപ്പമായിട്ട് കയ്യിൽ വെച്ചിരിക്കുക. നിങ്ങൾ വെളിയിലാണെങ്കിലും അന്നത്തെ ദിവസം ആ ഓർഗന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് സമയം മാറ്റിവെക്കാം. അതാണ് മുദ്ര പ്രാണായാമത്തിൽ കൂടെ നമ്മൾ ചെയ്യുക. നമ്മൾ യോഗയെ പറ്റി പറഞ്ഞു, യോഗ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ യോഗയിൽ കൂടെ പറഞ്ഞു. ഈ യോഗ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ശ്വാസ വ്യായാമം, അതായത് ശ്വസന വ്യായാമം, ഓക്കെ, ബ്രീത്തിങ് എക്സസൈസ് എലോങ് വിത്ത് എന്താണ് സ്പൈനൽ മൂവ്മെന്റ്സും കൂടെയാണ് നമ്മൾ യോഗയിൽ കൂടെ വരുന്നത്. കാരണം ബ്രീത്തിങ്ങും ഫോക്കസ് ചെയ്യുന്നുണ്ട്, മൂവ്മെന്റ്സും, ശരീരത്തിന്റെ മൂവ്മെന്റ്സ്, നമ്മൾ മടങ്ങുന്നു, നിവരുന്നു, ചെരിയുന്നു, വളയുന്നു, ഇതൊക്കെ നമ്മൾ ദിവസവും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ വെറുതെ ചെയ്ത് അയ്യോ എന്ന് പറയും, അല്ലെങ്കിൽ കുനിഞ്ഞ അമ്മേന്ന് പറയും. കാരണം എന്താ, നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ കുനിയുന്നും വളയുന്നു, അവിടേക്കൊന്നും പ്രാണൻ എത്തുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്ന നട്ടലിന്റെ വളവിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ബ്രീത്തും സ്പൈനൽ മൂവ്മെന്റ്സും കൂടെ ഒരുമിച്ചാണ് യോഗയിൽ വരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ഇതൊക്കെ ഞാൻ വീട്ടിലും ചെയ്യുന്ന അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ശ്രദ്ധിക്കാതെയാണ് ചെയ്യുന്നത്. ഇവിടെ ബ്രീത്തിങ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ യോഗ ചെയ്യുക. മുദ്രാ പ്രാണായാമത്തില് ശ്വസനവും മുദ്രയും കൂടെ ചേർത്താണ് മുദ്രാ പ്രാണായാമം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അവിടെയും ശ്വസനത്തിന്റെ ഇമ്പോർട്ടൻസ്, ലങ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ മുഴുവൻ എനർജി എത്തിക്കുന്നതിന്, പ്രാണന്റെ സഞ്ചാരം ക്രമീകരിക്കാൻ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത്, ഓക്സിജനെ എല്ലാ കോശങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. സോ ലങ്സിനെ എപ്പോഴും കറക്റ്റ് ആക്കി കൊണ്ടുവരണം. ശ്വാസം ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ശ്വാസവും മുദ്രയും ചേർത്തിട്ടാണ് മുദ്രാ പ്രാണായാമത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ എല്ലാ ദിവസവും എന്താ പറയുന്നത്, വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് കഴുകൂലേ? ഞാൻ വാഷിംഗ് മെഷീനിലാണ് കഴുകുക, എന്നെ കൊണ്ട് കല്ലിലൊന്നും കഴുകാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല, എനിക്ക് മടിയുമാണ്. അപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകുന്നതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനെ പറ്റി പറയാം. നമ്മളെ ദിവസം വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് കഴുകുന്ന പോലെ നമ്മുടെ ശരീരം എത്രയും ദിവസവും കുറച്ച് നേരം ഒന്ന് വൃത്തിയാക്കുക. പുറമെ മാത്രമല്ല വൃത്തിയാക്കേണ്ടത്, കുളിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് പുറമെ ശുദ്ധി വരുന്നുണ്ട്, നമ്മുടെ ഓറ ക്ലെൻസ്ഡ് ആവും കുളിക്കുമ്പോൾ. നല്ല രീതിയിൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പം ആ ഓറ ശുദ്ധീകരിക്കുന്നത് നമ്മൾ കുളിയുടെ ആ പ്രക്രിയയിൽ കൂടെ നടക്കുമെങ്കിലും നമ്മുടെ ഉൾവശത്തെ നമ്മൾ കൃത്യമായിട്ട് ഓരോ കോശത്തെയും എങ്ങനെ ശുദ്ധീകരിക്കണം, അതാണ് വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ പോകുന്നത് പോലെ നമ്മൾ ദിവസവും രാവിലെ ഇത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്, കുറച്ച് സമയം. ഇനി നിങ്ങൾ ആരെയും പഠിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ട്രഡീഷണൽ ചൈനീസ് മെഡിസിനെയും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അവയില് ആ ഒരു സിസ്റ്റത്തില് ലൈഫ് ഫോഴ്സിനെ QI അല്ലെങ്കിൽ QI എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതിന് രണ്ടായിട്ട് അവർ വിഭജിച്ചിട്ടുണ്ട്. യിങ് യാങ് എന്ന് പറയുന്ന 2 എനർജി ആയിട്ടാണ് അവർ അതിനെ ബേസ് ചെയ്തിട്ടാണ് അക്യുപഞ്ചർ, അങ്ങനെ പല മെത്തേഡ്സും പോയിക്കൊണ്ടിരിക്കുന്നത്, മസാജുകളൊക്കെ. അപ്പൊ ഇവിടെ ഞാൻ ആ ഒരു യിങ്ങിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഓർഗൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ നട്ടല് വരുന്നില്ല, സ്പ്ലീൻ ആണ് അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്.
ഈ പറയുന്ന ഓർഗൻസിനൊക്കെ യിങ് എന്ന് പറയുന്ന ഒരു എനർജി വരുന്നുണ്ട്. അതുപോലെ യാങ് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ടീവ് ആയിട്ട് എനർജി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും ഈ യിങ് എന്ന് പറയുന്ന നമ്മുടെ ഈ 5 ഭാഗങ്ങളെ ക്ലിയർ ചെയ്യുമ്പം അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് പല അവയവങ്ങളും വരുന്നുണ്ട്. അവയും കൂട്ടത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നതാണ് ചൈനീസ് മെഡിസിനിൽ പറയുന്നത്. സോ അത് നമ്മൾ എങ്ങനെയാ തട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിവറിന് ഇവിടം തൊട്ട് കാലിന്റെ അവിടം വരെയാണ് ലിവറിന്റെ പോയിന്റ്സ് കിടക്കുന്നത്. നാഡികൾ കിടക്കും. നാഡി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാഡികളുടെ റൂട്ട് പോലെ ഈ മെറിഡിയൻസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അക്യുപ്രഷർ ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതിനകത്ത് ഈ ചൈനീസ് മെഡിസിനിൽ ഈ മെറിഡിയൻ, ലിവറിന് ഇന്ന മെറിഡിയൻ ആണ്. ആ മെറിഡിയനെ നമുക്ക് ദിവസവും ഇരുന്ന് മസാജ് ചെയ്യാനോ അല്ലെങ്കിൽ മസാജ് ചെയ്യാനോ ഒരാളെ കൊണ്ട് വെക്കാൻ പറ്റൂലല്ലോ. സോ ആ മെറിഡിയനിൽ മാത്രം ലിവറിന്റെ ദിവസം നമ്മൾ തട്ടിക്കൊടുക്കും. തട്ടുന്ന എങ്ങനെയാണ് അത് പഠിപ്പിച്ചു തരും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മുഷ്ടി കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കും. അതല്ലെങ്കിൽ നമ്മുടെ വിരല് കൊണ്ട് തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് അതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ചീപ്പ് ഉണ്ടെന്ന് കരുതുക. ഇത് ചീപ്പാന്ന് വിചാരിച്ചാൽ കോമ്പാണെങ്കിൽ ആ കോമ്പ് കൊണ്ട് നമുക്ക് കൈ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു കോമ്പ് അടുത്ത് വെച്ചിട്ട് കോമ്പ് കൊണ്ട് തട്ടി കൊടുക്കാം. ഇനി അതൊന്നും അല്ല, നമുക്ക് ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് ഒഴിയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന റൂട്ടിൽ ഇത്തിരി എണ്ണയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്തും കൊടുക്കാം. താഴേക്ക് മുകളിലേക്ക് ആ റൂട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതിപ്പോ നമുക്ക് പഠിക്കുമ്പോൾ ടാപ്പിംഗ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ട്രഡീഷണൽ ടാപ്പിംഗ് മെത്തേഡ് എന്ന് പറയും. ജസ്റ്റ് തട്ടിക്കൊടുക്കുക. ഇപ്പൊ സ്പൈനാണെങ്കിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് തട്ടിക്കൊടുക്കുക. ഇത് പഠിപ്പിക്കും ഞാൻ ക്ലാസ്സിൽ. അത് പഠിപ്പിച്ചു തരും. അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൗണ്ട് വൈബ്രേഷൻ ഉണ്ട്, ഹീലിംഗ് സൗണ്ട്. അതും ചൈനീസ് മെഡിസിനിലാണ് വരുന്നത്. അത് ഈ പറഞ്ഞ ഓരോ ഓർഗണും ഓരോ ശബ്ദമുണ്ട്. ഇപ്പൊ സ്പൈനിന് നമുക്ക് ഒരു ശബ്ദം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറിന് നമ്മൾ ഒരു പ്രത്യേക ശബ്ദം വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ കൂട്ടത്തിൽ അത് അങ്ങ് പറയും. ആ ശബ്ദം എങ്ങനെ പറയുമ്പോ ആ ശബ്ദത്തിന് വെറുതെ ശബ്ദം പറഞ്ഞാൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ? എന്തിനാ നമ്മൾ മന്ത്രം ജപിക്കുന്നത്? മന്ത്രത്തിന് അതുപോലെ ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മൾ ഓരോ നമ്മളുടെ വാക്കുകൾക്ക് ഭയങ്കര പവർ ഉണ്ട് അല്ലെ. പ്രകൃതിയിലേക്ക് വിടുന്ന വാക്കിന് നമ്മളുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. മന്ത്രം ജപിക്കുന്നത് എന്തിനാ? കുറച്ച് ശബ്ദത്തിൽ ജപിക്കാൻ പറയുമ്പോഴും അല്ലെങ്കിൽ ശബ്ദമില്ലാതെ മനസ്സിൽ ജപിക്കാൻ പറയുന്നതിനും ഒക്കെ ഓരോരോ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഈ ശബ്ദത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതാണ് ഹീലിംഗ് തെറാപ്പിയിലേക്ക് സൗണ്ടിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹീലിംഗ് സൗണ്ട് വൈബ്രേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് അവിടെ ഞാൻ കൊണ്ടുവരുന്നത്. അടുത്തത് ലാസ്റ്റ് നമ്മൾ ഈ മുദ്ര പ്രാണായാമം ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, അത് എല്ലാവർക്കും അറിയാമായിരിക്കും. പ്രത്യേകിച്ച് ഒരുപാട് പഠനങ്ങൾ അതിലും നടന്നിട്ടുണ്ട്. പല മ്യൂസിക് തെറാപ്പിയൊക്കെ ഇപ്പൊ ഒരുപാട് സജീവമാണ്. അപ്പൊ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 5 ഭാഗത്തേക്കുള്ള മ്യൂസിക്കിന്റെ ഒരു ഹീലിംഗ് കൂടെ കൊടുക്കും. അതൊരു മെഡിറ്റേഷൻ ആണ്. മ്യൂസിക് മെഡിറ്റേഷനും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മളുടെ ഈ 5 ദിവസവും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 6 ദിവസങ്ങളിലായിട്ട് ഞാൻ നിങ്ങളിലേക്ക് തരാൻ പോകുന്ന കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ ഒരു 1.5 മണിക്കൂറായിരിക്കും ഡെയിലി ക്ലാസ്. മാക്സിമം ഹാഫ് ആൻ അവർ ഞാൻ ആ സിസ്റ്റത്തിനെ പറ്റി സംസാരിക്കും. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പഠിപ്പിക്കും. ആൻഡ് ഒരു 50 മിനിറ്റ്സ്, ഏകദേശം ഒരു 50 മിനിറ്റോട് കൂടി നമ്മൾ ഇത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. അതിന്റെ വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് തരുന്ന നോക്കി പറ്റുന്നത് പോലെ ചെയ്യുക. ബാക്കി യോഗയിൽ മാത്രമേ കൺഫ്യൂഷൻ വരുള്ളൂ. ബട്ട് സ്റ്റിൽ അത് ഒന്ന് ചെയ്ത് നോക്കുക. മറ്റു കാര്യങ്ങളൊക്കെ എന്റെ കൂടെ ചെയ്തു വരിക. 6ാമത്തെ ദിവസം ഞാൻ ലാസ്റ്റ് ഡേ 7ാമത്തെ ദിവസം ഞാൻ 1-2 വേറെ ടെക്നിക്സുകൾ പറഞ്ഞുതരും. വീട്ടിൽ ശരീരത്തിലുള്ള മറ്റ് ടോക്സിൻസിനെ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ സിദ്ധ വിധി പ്രകാരം ഒക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരും. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിന്റെ കൂടെ PDF ആയിട്ട് ഈ യോഗയുടെയും മുദ്രകളുടെ ഒക്കെ പിക്ചേഴ്സ് ഒക്കെ വരുന്ന രീതിയിൽ PDF ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത മൺഡേ, ഇത് കഴിഞ്ഞിട്ട് വരുന്ന മൺഡേ ടു ഫ്രൈഡേ ഫോളോ അപ്പിലേക്ക് പോകും. ഫോളോ അപ്പിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ റെക്കോർഡിംഗ് കണ്ടിട്ട് യോഗ മാത്രം അതത് ദിവസം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ട് വരിക. എല്ലാം കൂടെ 40 മിനിറ്റ്സേ കഴിവതും എടുക്കുള്ളൂ. ആ 40 മിനിറ്റ് പ്രോപ്പറായിട്ട് ആ യോഗ ചെയ്യാം. ഇതാണ് പ്രോസസ്സ്. ഇനി വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ചെയർ യോഗ എന്ന് പറയുന്ന രീതിയിൽ ഇരുന്നിട്ട് ചെയ്യാവുന്ന യോഗയും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. കിടന്ന് മാറ്റിൽ ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ തൽക്കാലം ഈ ക്ലാസ്സുകളിൽ അത് അറ്റൻഡ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് അവർ മാത്രം ഒന്ന് വിഷ്ണുവിനെയോ വിപിനെയോ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രം ഒരു സൂം ലിങ്ക് ഇട്ടിട്ടോ മറ്റേ നമുക്കൊരു പ്രത്യേകമായിട്ട് ചെയർ യോഗ മാത്രം പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു സെഷൻ ലാസ്റ്റ് വെക്കാം. ഫോളോ അപ്പ് ടൈം നമുക്ക് മേ ബി 6 to 6:30 മോർണിംഗും 6 to 6:30 ഈവനിങ്ങും വെക്കാം. അല്ലെങ്കിൽ 6:30 to 7, 6:30 to 7 എന്നുള്ള രീതിയിൽ മോർണിംഗും ഈവനിങ്ങും വെക്കാം. കയറേണ്ട, അത് നമ്മുടെ സമയം നോക്കിയിട്ട് നമുക്ക് വെക്കാം. അത് ഫിക്സ് ചെയ്തിട്ടില്ല. മോർണിംഗ് ആൻഡ് ഈവനിങ് 2 ടൈം. അതിൽ ഏർലിയർ ആയിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ ആവാം. അത് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ പോലെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ക്ലാസ് 8 to 9:30 ആണ്. ക്ലാസിന്റെ ഫീ
ഫീസ് 3000 ആണ്. ഇത് വീട്ടിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് ഡെയിലി ആക്റ്റീവായിട്ട് ചെയ്തു പോകണമെങ്കിൽ ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഡെയിലി ചെയ്ത് പോവുകയും ചെയ്യാം. ഈ 2 വീക്സ് എന്ന് പറയുന്നത് ഒരു ഇതല്ല. ആ ഗ്രൂപ്പ് അങ്ങനെ തന്നെ ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം. അതിനകത്ത് കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. എന്നോട് എന്തെങ്കിലും ഇപ്പൊ സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മറ്റ് പേഴ്സണൽ ആയിട്ടുള്ള അസുഖം കാര്യങ്ങൾ 2 നേരമുണ്ട്. വിദ്യ രാവിലെയും വെക്കുന്നുണ്ട്. രാവിലത്തെ സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടവർ രാവിലെ കയറുക, വൈകുന്നേരം കയറാൻ സൗകര്യമുള്ളവർ വൈകുന്നേരം കയറുക. അങ്ങനെയാണ്. രാവിലെയും വൈകുന്നേരം കയറണം എന്നല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ ചിലവർക്ക് രാവിലെ പറ്റില്ലല്ലോ. അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് അടിസ്ഥാനപരമായിട്ട് എന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഞാനിപ്പോ ഈ വീണ്ടും എനിക്കിത് പഠിപ്പിച്ചിട്ട് പോയാൽ മതി, നിങ്ങൾ വീട്ടിൽ റെക്കോർഡിംഗ് നോക്കിക്കോ എന്ന് പറയാനല്ല. ഒരു 2 ആഴ്ച കാലത്തോളമെങ്കിൽ, അല്ലെങ്കിൽ അത്രയെങ്കിലും നിങ്ങളുടെ കൂടെ നടന്ന് അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്റെ ഈ ക്ലാസ്സിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഇത് പറഞ്ഞു തന്നിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഒരാഴ്ച പറഞ്ഞു തന്നിട്ട് പോയാൽ നമ്മൾ ആരും അത് ചെയ്യാൻ പോകുന്നില്ല പിന്നീട് അങ്ങോട്ട്. അപ്പൊ ആരെങ്കിലുമൊക്കെ അത് ചെയ്താൽ കുറേയും കൂടെ ഒക്കെ ഒരു ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ വളരെ നല്ലത്. ഇനി അതും കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ ഒരു ഡേ വെച്ചിട്ട് നമുക്ക് പേഴ്സണലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് മറ്റ് ഇതൊന്നും അല്ലാത്ത അസുഖങ്ങളുമായിട്ടുള്ള കൺസൾട്ടേഷൻ ആണെങ്കിൽ എപ്പോഴും പേഴ്സണലായിട്ട് എന്നെ അല്ലാതെ വിളിക്കുന്നതാണ് നല്ലത്. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കുന്നതാണ് നല്ലത്. കാരണം അത് മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ പേഴ്സണൽ അസുഖങ്ങൾ കഴിവതും പറയാതിരിക്കുക. അല്ലാതെ എന്നോട് ഫോൺ നമ്പർ വാങ്ങിയിട്ട് വിളിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് സംസാരിക്കുന്നതായിരിക്കും നല്ലത്, മറ്റുള്ളവരുടെ സൗകര്യം കൂടെ കണക്കിലെടുത്തിട്ട്. ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പം കഴിവതും ഈ ഒരു ഇത് യൂസ്ഫുൾ ആവുന്നവര് കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് നാളെ ഇന്നിപ്പോ റെക്കോർഡഡ് സെഷൻ വന്നിട്ട് ഇത് കിട്ടും. എല്ലാ ദിവസവും റെക്കോർഡഡ് സെഷൻ കിട്ടും. നാളെ തൊട്ട് ജോയിൻ ചെയ്യാം. എനിക്ക് ഇത്രേ ഉറപ്പ് വരുത്താനുള്ളൂ, ഇത് കൃത്യമായിട്ട് ചെയ്താലാണ് നമുക്ക് ഗുണം കിട്ടുക. ഞാൻ പറഞ്ഞത് ചെവി കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ ചെവി വൃത്തിയാവുന്ന അല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതെനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ചെയ്യുക, എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് സമയം. എന്ന് വെച്ചാൽ അസുഖങ്ങൾ അങ്ങനെ പെരുകുന്നത് കൊണ്ടാണ് ഒരുപാട് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ടൈമായി, ജസ്റ്റ് ഒരു 1 more minute. എനിക്കൊരു നല്ല ബുദ്ധിമുട്ട് വന്നു. ഞാൻ ഇതുമായിട്ട് ലിങ്ക്ഡ് അല്ല എങ്കിൽ പോലും ഞാൻ ഇതിലേക്ക് ചിന്തിക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഓർത്തോ കേസസ് ആണ്. എന്റെ മെയിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓർത്തോ കേസസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ തെറാപ്പിസ്റ്റ് തടവുന്ന രീതിയിലല്ല ഇവിടുത്തെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത്. വർമ്മ ചികിത്സയാണ്. വർമ്മ ചികിത്സ ചെയ്യുന്നത് ഞാനാണ്. മെയിൻ ആയിട്ട് ഓർത്തോ കേസസ് ആണ്. എല്ലാ കേസും എടുക്കുന്നുണ്ട്, ബട്ട് മെയിൻ അപ്പോൾ നട്ടലാണ് മെയിൻ ആയിട്ടുള്ള എന്റെ ഫോക്കസ്. മുട്ട്, നട്ടൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ. സോ ഇത് ചെയ്തു വരുന്ന സമയത്ത് ഇടയ്ക്ക് എനിക്ക് നട്ടലിന് നല്ല വയ്യാണ്ടായി. നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പൊ ഒരു ദിവസം ഒരു പേഷ്യന്റിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് വന്നു. അതോടുകൂടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായി. ഞാൻ ആ സമയത്ത് വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്തിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, രാവിലെ എനിക്ക് ടൈം ഉണ്ട്, ഞാൻ കൃത്യമായിട്ട് ഈ സ്പൈനിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ ചെയ്തു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഓർഗൻ റിലേറ്റഡ് ആയിട്ട് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഞാൻ ആക്ച്വലി പുറത്ത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് അവിടെ നിന്നോളം എനിക്ക് ഈ പറയുന്ന ഇഷ്യൂസ് ഒന്നും തന്നെ തിരിച്ചു വന്നില്ല. ഞാൻ ആലോചിച്ച കാര്യം എന്ന് വെച്ചാൽ, എനിക്കൊരു ഡോക്ടറുടെ ഹെൽപ്പ് ഇല്ലാതെ എങ്ങനെ എന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ സാറിന്റെ അടുത്ത്, കാരണം ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഇതുപോലെ ഇവിടെ ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ സാറിന്റെ അടുത്ത് പോകണം. കാരണം ഞാൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വേ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ ആവശ്യമുള്ളവർക്കേ അത് കൊടുക്കുള്ളൂ. വിശ്വാസവും അത് ചെയ്യാൻ സന്ദർഭവും സമയവും ഉള്ളവർക്കേ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ. കാരണം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്റെ ആയുസ്സും ആരോഗ്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. എന്നിരുന്നാലും അതാണ് എന്റെ കർമ്മം, എന്റെ കർത്തവ്യം അതാണെന്നുള്ളതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നെ സാധനാ മാർഗത്തിൽ കൂടെയാണ് പിടിച്ചു നിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇടയ്ക്ക് വന്നപ്പോൾ ഞാൻ ഇത് മാത്രം ചെയ്തിട്ട് എനിക്ക് എന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയെങ്കിൽ സത്യത്തിൽ പല പ്രശ്നങ്ങൾക്കും ഡോക്ടറെ കാണാൻ പോകേണ്ട ആവശ്യമില്ല. എന്നെ കാണാൻ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പല ഡോക്ടേഴ്സിനെയും കാണാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കുറെയൊക്കെ നിങ്ങളെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊരു ബോധം എനിക്ക് സ്വയം എന്റെ ശരീരത്തിൽ ഉണ്ടായപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കുറെ പേർക്ക് അതങ്ങ് പറഞ്ഞു കൊടുക്കാം. അതുമായിരിക്കും നമ്മളെ വഴി. അല്ലാതെ എല്ലാവരും ചികിത്സിക്കൽ മാത്രമല്ലല്ലോ, പറഞ്ഞും കൊടുക്കണ്ടേ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്ലാസ് ചെയ്യാമെന്ന ഒരാശയത്തിലേക്ക് വന്നത്. സോ എന്താ പറയാ, മാക്സിമം എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് പറയാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ കേട്ടോ. അതല്ലാതെ ഈസ് ദർ എനി വേ ഫോർ വെയിറ്റ് ലോസ്? വെയിറ്റ് ലോസ് ഒരിക്കലും യോഗേനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല. എല്ലാ ഭാഗങ്ങളെയും കറക്റ്റ് ചെയ്താലേ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. ഇനി വീട്ടിൽ ഞങ്ങൾ പറയും തമാശക്ക്, തമാശക്കെന്നല്ല, വീട്ടിൽ എല്ലാവരുടെയും പ്രകൃതി കുറച്ച് ഉരുണ്ട് ഗുണ്ടുമായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് വരുന്ന ഒരാളുടെ ശരീരം പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് തിരിച്ചു പഴയതുപോലെ ആകും. അപ്പൊ ആ പ്രകൃതി ഈസ് ഇമ്പോർട്ടന്റ്. ആ വീട്ടിൽ പോകുന്ന ഒരു സംഭവം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഇതൊന്നും അല്ലാതെ ഒബേസ് ആവുന്ന ആൾക്കാരിലെ അണ്ടർലൈൻ കണ്ടീഷൻ യോഗ കൊണ്ട് മാത്രമല്ല, അവർക്ക് തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് നോക്കാണ്ട് നമുക്ക് അതിനൊന്നും ഈ എന്താ പറയുക, കാടടച്ച് വെടിവെച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല.
ആൻഡ് ഈ ക്ലാസ്സിന്റെ അടുത്ത സെഷനെ പറ്റി നമ്മളിപ്പോ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ഫസ്റ്റ് സെഷൻ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് ഈ ഒരു സെഷൻ കൊടുക്കുവാണ്. പിന്നെ ഇനിയിപ്പം ഇതുപോലെ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത സെഷൻ അത് തഥാഗതയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഞാൻ അവരെന്നെ വിളിച്ചു, ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു ടോപ്പിക് എടുത്തു തരാമെന്ന് വിചാരിച്ചു, ഞാൻ എടുത്തു. അടുത്ത ക്ലാസ്സസ് തഥാഗതയായിരിക്കും അനൗൺസ് ചെയ്യുക, അതെന്റെ കയ്യിലല്ല ഉള്ളത്. എനിവേ നോക്കാം. മറ്റ് ഡൗട്ടുകൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നാളെ തൊട്ടുള്ള ക്ലാസ്സിൽ കാണാം. എല്ലാരും കയറുക. ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കയറുക. എനിക്ക് വെറുതെ കയറിയിട്ട് കാര്യമില്ലല്ലോ, ആർക്കും ഗുണമില്ലല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റുന്നവര് എല്ലാരും കയറുക. എല്ലാരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പേസ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം അതിനകത്തുള്ള പല കണ്ടന്റും നേരെ കാർഡിയാക് ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദന്തധാവന ചൂർണം അല്ലെങ്കിൽ പൽപ്പൊടിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. നല്ല ഇതിന്റെ നല്ല പൽപ്പൊടി ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ലത്. മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. പേസ്റ്റിനകത്ത് വരുന്ന പല കെമിക്കൽസും നമ്മുടെ ഹാർട്ടിന്, നമുക്ക് ശരീരത്തിന് നല്ലതല്ല. ഡയബറ്റീസ് ഉള്ളവർ പ്രത്യേകിച്ച് പേസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നെക്സ്റ്റ് കാണാം. ഓക്കെ, ശരി.